ആദ്യമായി മൈൻഡിന്റെ ക്ഷണം സ്വീകരിച്ച് ഇന്നീ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഏവർക്കും നന്മയുടെയും സ്നേഹത്തിന്റെയും ഓണാശംസകൾ. ഞാൻ ശ്രീലക്ഷ്മി, മൈൻഡിന്റെ ഉണർവെന്ന പ്രൊജക്ടിന്റെ ഇന്ത്യനായി പ്രവർത്തിക്കുന്നു. ഓഗസ്റ്റ് 1 മുതൽ 30 വരെ SMA അവയർനെസ് മന്തായി ലോകമെമ്പാടും ആചരിച്ചു വരികയാണല്ലോ. SMA സ്പൈനൽ മസ്കുലർ അട്രോഫി. SMA എന്ന രോഗത്തെക്കുറിച്ച് നാം ഏവരും ബോധവാന്മാരാകാൻ തുടങ്ങിയിട്ട് ഏതാനും നാളുകളെ ആയിട്ടുള്ളൂ. ബോധവാന്മാരല്ല, അറിയാൻ തുടങ്ങിയിട്ട്. മുഹമ്മദ് എന്ന കുഞ്ഞുകുട്ടിയുടെ ചികിത്സാ ക്യാമ്പയിനിലൂടെയാണ് SMA കുറിച്ച് കേരളത്തിലുള്ള ജനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുന്നത്. ഇനിയും SMA എന്താണെന്നും SMAയുടെ ചികിത്സാ രീതികൾ എന്താണെന്നും അറിവില്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. മൈൻഡിന്റെ ഉണർവെന്ന പ്രൊജക്ടിന്റെ ഭാഗമായി SMA കുറിച്ചും അതിന്റെ നൂതന ചികിത്സാ രീതികളെ കുറിച്ചും സംസാരിക്കാൻ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് ന്യൂറോളജി കൺസൾട്ടന്റ് ആയ ഡോക്ടർ സ്മിലു മോഹൻലാൽ മാമാണ്. മാം കേരളത്തിലെ 2 വയസ്സിന് താഴെയുള്ള SMA ബാധിതരായ 5ഓളം കുട്ടികൾക്ക് സോൾജൻസ്മ എന്ന മെഡിസിൻ എത്തിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച വ്യക്തി കൂടിയാണ്. മാമിനെ എന്റെ വ്യക്തിപരമായ പേരിലും മൈൻഡിന്റെ പേരിലും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. എനിക്ക് എൻ്റെ വോയിസ് അത്ര ശരിയല്ല ഇന്ന്. ഞാനും ഐ എം നോട്ട് കീപ്പിംഗ് ദാറ്റ് വെൽ, ബട്ട് I'll try my level best. And the language, my language in Malayalam is not that great. But എന്തെങ്കിലും ഡൗട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് സ്റ്റോപ്പ് മീ. ഇഫ് ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് വല്ലതും സംസാരിക്കുകയാണെങ്കിൽ യു ക്യാൻ ആക്ച്വലി സ്റ്റോപ്പ് മീ. സോ മൈ മേജർ ഇന്റൻഷൻ എന്താ പറഞ്ഞാൽ, ബേസിക്കലി SMA പറഞ്ഞാൽ എന്താണ്, ആൻഡ് ഇതിൻ്റെ ടെസ്റ്റിംഗ് കാര്യങ്ങൾ രീതികൾ എങ്ങനെയാണ് നടക്കുന്നത്, ആൻഡ് മെഡിസിൻസ് എന്തൊക്കെ അവൈലബിൾ ആണ് ഉള്ളത്, ആൻഡ് ഹൗ ഷുഡ് ബി ഗോ അബൌട്ട് ഇറ്റ്. അങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ഞങ്ങളെപ്പോലെ ഡോക്ടേഴ്സ് എല്ലാവരും ഉള്ളത്. സോ ഈ രീതിയിലായിരിക്കും നമ്മുടെ ചെറിയൊരു പ്രസൻറ്റേഷൻ ആൻഡ് ടോക്ക് ഉണ്ടാവുക. ഇഫ് എനിത്തിങ് നിങ്ങളുടെ ലെവലിനെക്കാട്ടും കൂടുതലായിട്ട് വല്ല തിങ്സ് വല്ലതും പോകുന്നുണ്ട്, എവിടെയെങ്കിലും മനസ്സിലാവുന്നില്ല, വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ എപ്പോൾ വേണമെങ്കിൽ ഇൻട്രപ്റ്റ് ചെയ്യാം. ആൻഡ് ദർ ഇസ് നോ പ്രോബ്ലം വിത്ത് ഇറ്റ്. ഓക്കെ, ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ. Yes, ma'am. ഓക്കെ, സോ എല്ലാവർക്കും ഇപ്പോൾ പത്രത്തിൽ കൂടെയാണ് ഈ SMA പറഞ്ഞ അസുഖം എന്താണെന്ന് എല്ലാവർക്കും അറിഞ്ഞിരിക്കുന്നത്. ഇനിയും പല ആൾക്കാർക്ക് മസ്കുലർ ഡിസ്ട്രോഫി, സ്പൈനൽ മസ്കുലർ അട്രോഫി രണ്ടും തമ്മിൽ നല്ലൊരു കൺഫ്യൂഷൻ ഉണ്ട്. പല മസ്കുലർ ഡിസ്ട്രോഫി ഉള്ള പേരൻസിൻ്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്, ഇതും SMAയും ഒരുപോലെയുള്ള അസുഖമാണോ? രണ്ടും വ്യത്യസ്തമായുള്ള അസുഖങ്ങളാണ്, രണ്ടും സെയിം അസുഖങ്ങളല്ല. ഈ സ്പൈനൽ മസ്കുലർ അട്രോഫി പറയുന്നത് ഇതും ഒരു ജനറ്റികമായിട്ടുള്ള ഒരു അസുഖമാണ്. ഇവിടെ ബാധിക്കുന്നത് മസിൽസ് അല്ല, ഇവിടെ ബാധിക്കുന്നത് നരമ്പുകളാണ്. ഈ നരമ്പുകളാണ് സ്പൈനൽ കോർഡിലുള്ള പ്രധാനപ്പെട്ട നരമ്പുകളായ മോട്ടോർ ന്യൂറോൺസ് പറയുന്ന ഒരു നരമ്പുകളാണ്. സോ ഈ മോട്ടോർ ന്യൂറോൺസ് പറഞ്ഞാൽ എന്താണ്, അത് എന്ത് പണിയാ ചെയ്യുന്നതെന്നൊന്ന് അടുത്ത സ്ലൈഡിലോട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇപ്പോൾ ഒരാൾക്ക് ഇപ്പം നമ്മളുടെ കൈ ഇങ്ങനെ അനക്കണം, കാലിങ്ങനെ മൂവ് ചെയ്യണം, അങ്ങനെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മളുടെ അതിനുള്ള സിഗ്നൽ വരുന്നത് തലച്ചോറിൽ കൂടിയിട്ടായിരിക്കും, ബ്രെയിനിൽ കൂടെയാണ് സിഗ്നൽ വരുന്നത്. ആ സിഗ്നൽ ബ്രെയിനിൽ നിന്ന് വന്ന് ഇത് പ്രധാന രീതി ബ്രെയിൻ സ്റ്റെം എന്നുള്ള ഒരു സംഭവത്തിൽ പോയി അവിടെ നിന്നാണ് ഈ സ്പൈനൽ കോർഡിലോട്ട് വരുന്നത്. ഈ സ്പൈനൽ കോർഡിൽ 2 തരത്തിലുള്ള സെൽസ് ഉണ്ടാവും. ഒന്ന് മോട്ടാർ ന്യൂറോൺസ് പറഞ്ഞ സെൽസ് ആണ്, മറ്റേത് സെൻസറി ന്യൂറോൺസ് പറഞ്ഞൊരു സെൽസ് ആണ്. മോട്ടാർ ന്യൂറോൺസ് പറയുന്നത് ഒരു ട്രാഫിക് ജംഗ്ഷൻ പോലത്തെ ഒരു സംഭവമായിരിക്കും. സോ അവിടെ നിന്നാണ് ഈ സിഗ്നൽസും കാര്യങ്ങളൊക്കെ നരമ്പിലോട് കൂടെ വന്ന് അവിടുന്ന് മസിൽസിലോട്ട് സപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് ഈ മസിൽസ് അനക്കാനും ലൂസ് ആക്കാനും ഒക്കെ പറ്റുന്നത്. അപ്പോൾ ബ്രെയിൻ നോർമൽ ആയിരിക്കും, SMA കുട്ടികൾക്ക് ബ്രെയിൻ സ്റ്റെം നോർമൽ ആയിരിക്കും, ബ്രെയിനിൽ വരുന്ന സിഗ്നൽസ് നോർമൽ ആണ്. ബട്ട് ഈ പ്രശ്നം വരുന്നത് ഈ മോട്ടാർ ന്യൂറോൺസിൽ കൂടെയാണ്. ഈ മോട്ടാർ ന്യൂറോൺസ് മെയിനായിട്ട് ഇവിടെ ബുദ്ധിമുട്ട് എന്താ പറഞ്ഞാൽ, ഈ മോട്ടാർ ന്യൂറോൺസ് ഒക്കെ നല്ല ബലത്തോടെ ഇരിക്കുകയാണെങ്കിൽ അതിന് ചില പ്രോട്ടീൻ കാര്യങ്ങൾ ആവശ്യമായിട്ടുള്ളതാണ്. ആ പ്രോട്ടീൻ ആണ് ഈ SMN പ്രോട്ടീൻ പറഞ്ഞൊരു സംഭവങ്ങൾ. ഈ SMN പ്രോട്ടീൻ തീരെ അവിടെ ഇല്ല. അപ്പൊ അത് ഉള്ളത് കൊണ്ട് എന്താ പ്രശ്നം വരുന്നത്? ദ പ്രോബ്ലം വാട്ട് ഹാപ്പൻസ് ഇസ് ഈ മോട്ടാർ ന്യൂറോൺസ് പറഞ്ഞ സംഭവം പണിയെടുക്കുന്നില്ല. അപ്പൊ ഇവിടുന്ന് സിഗ്നൽ വരാത്തത് കൊണ്ട് ഈ മസിൽസിന്റെ പണിയെടുക്കാനാവുന്നില്ല, കൈകൾ കാലുകൾ മൂവ് ചെയ്യാൻ പ്രയാസമായിട്ട് വരുന്നതാണ്. അതാണ് SMA. സോ ബേസിക്കലി ഇവിടുത്തെ മോട്ടാർ ന്യൂറോൺസിലാണ് ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത്. സോ ഇതിനും
മസ്കുലാർ ഡിസ്ട്രോഫിക്കുമുള്ള ഡിഫറൻസ് എന്താ പറഞ്ഞാൽ മസ്കുലാർ ഡിസ്ട്രോഫീസിൽ ഇതെല്ലാം നോർമലാണ്, ഇവിടുന്ന് വരുന്ന നരമ്പുകളും നോർമലാണ്, പ്രശ്നമുള്ളത് മസിൽസ് ആണ്. സോ മസിൽസ് വയസ്സ് കൂടുന്നതോളം മസിൽസിന്റെ ശക്തി കാര്യങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ട് പോകുകയാണ്, അതാണ് മസ്കുലാർ ഡിസ്ട്രോഫി. സോ രണ്ട് അസുഖങ്ങളും ഡിഫറെൻ്റ് ആണ് ഇവിടെ. സോ ഒരു നോർമൽ ആയിട്ട് ഒരു ഹെൽത്തി ആയിട്ട് ഒരു കുട്ടിക്ക് ഇതായിരിക്കും സ്പൈനൽ കോഡിലൂടെ ഉള്ള സെൽസ് ഉണ്ടാവുക. ഈ സെൽസിൽ നിന്നാണ് സിഗ്നൽ വരുന്നത്, വന്നിവിടെ നെർവ്സ് മസിൽസിലോട്ട് ഇങ്ങനെ സപ്ലൈ ചെയ്യുന്നത്. ഈ സെൽസിലാണ് പ്രശ്നം നമുക്ക് SMA കുട്ടികൾക്ക് കാണുന്നത്. സോ ബേസിക്കലി SMA എങ്ങനെ ഉണ്ടാവുന്ന പറഞ്ഞാൽ ഇതൊരു ജനറ്റിക് അസുഖമാണ്. കാരിയർ ഫ്രീക്വൻസി പറഞ്ഞാൽ നമ്മളിൽ ഒരു 1 in 50, അതായത് 50 ആൾക്കാരിൽ ഒരാൾക്കാർ ഇതിൻ്റെ ഒരു കാരിയർ ആണ്. കാരിയർ പറഞ്ഞാൽ അവരുടെ ബോഡിയിൽ ഒരു ജീനിന് ഈ ഒരു ഡിഫക്റ്റ് ഉള്ള മ്യൂട്ടേഷൻ അവർ ബോഡിയിലോട്ട് ക്യാരി ചെയ്യണം. ഒരു ഡിഫക്റ്റീവ് മ്യൂട്ടേഷൻ, അതായത് ഒരാൾക്ക് ഒരു ജീനിൽ മാത്രം ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളൊന്നും കുട്ടികൾക്കൂടെ ഉണ്ടാവില്ല. ബട്ട് രണ്ടാൾക്കാർ അഥവാ രണ്ട് പേരൻറ്റും അത് പോസിറ്റീവായിട്ടുള്ളത് കൊണ്ടാണ് രണ്ട് മ്യൂട്ടേഷനും കൂടെ വരുമ്പോൾ ഡബിൾ ഡിഫക്റ്റ് വരുമ്പോഴാണ് ആ കുട്ടിക്ക് പ്രശ്നമായിട്ട് കാണുന്നത്. അതാണ് ബേസിക്കലി SMA പറഞ്ഞൊരു ബുദ്ധിമുട്ട്. And SMA1, next I'll just come to this part. സോ ഇപ്പം കുറേ ആൾക്കാർ ഇപ്പം നിങ്ങൾ ഒരു പീഡിയാട്രിക് കൺസൾട്ടൻ്റ് അടുത്ത് പോകുമ്പോൾ ഫസ്റ്റ് അവർ ചോദിക്കാറുള്ളത് കുട്ടിക്ക് SMA പറഞ്ഞ അസുഖം ജനറ്റിക്കലി കണ്ടെത്തിയിട്ടുണ്ടോ ഇല്ലയെന്നാണ്. അപ്പോൾ കുറേ പേരൻസ് എൻ്റെ അടുത്ത് പറയാറുണ്ട്, മാഡം നമ്മൾ മസിൽ ബയോപ്സി ചെയ്തിട്ടുണ്ട്, കുറേ ടെസ്റ്റുകളൊക്കെ നരമ്പിൻ്റെ സ്റ്റഡി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതുകൂടെയാണ് SMA എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത്. ബട്ട് നമുക്ക് ജനറ്റിക് ഡയഗ്നോസിസ് ഇല്ലാതെ SMA കൺഫേം ആക്കാൻ പറ്റില്ല. എന്തിനായി ജനറ്റിക് ഡയഗ്നോസിസ് ആവശ്യമുള്ളത് പറഞ്ഞാൽ എല്ലാ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നമുക്ക് കൊടുക്കുന്ന മുമ്പ് ഒരാൾക്ക് ഈ ജനറ്റിക് ഡയഗ്നോസിസ് 100% റിക്വയർഡ് ആണ്. സോ എന്താ സംഭവിക്കുന്ന SMA പറഞ്ഞാൽ ഈ SMN1 നമ്മുടെ എല്ലാവരുടെ ശരീരത്തിലും SMN1 SMN2 പറഞ്ഞ് ഈ ജീനുകൾ ഉണ്ടാവുന്നതാണ്. ഈ SMN1 ആണ് ഈ മോട്ടാർ ന്യൂറോൺസ് പറഞ്ഞ് സ്പൈനൽ കോഡിൽ ഉള്ള പ്രധാനപ്പെട്ട സെൽസിനെ നന്നോണം കാത്തുരക്ഷിക്കാൻ ഹെൽപ്പ് ആവുന്നത്. സോ SMN1 ഇങ്ങനെ നല്ല പ്രോട്ടീനുകളും കാര്യങ്ങളും പ്രൊഡ്യൂസ് ചെയ്ത് പോകുന്നതാണ്. SMN2 പറയുന്നത് നമ്മുടെ എല്ലാവരുടെ ശരീരത്തിലും ഉണ്ടാവുന്നതാണ്, ബട്ട് അതുകൊണ്ട് വലിയൊരു പ്രശ്നവും വലിയൊരു കാര്യമില്ല. ബേസിക്കലി അത് ഉണ്ടാക്കുന്ന പ്രോട്ടീനും കാര്യങ്ങളും ഒരു 15% മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് വലിയൊരു യൂസ് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് ആവശ്യമായിട്ട് ഉണ്ടാവില്ല. SMA പേഷ്യൻറ്റിൽ എന്താ സംഭവിക്കുന്നത്, ഈ SMN1 പറഞ്ഞ ഉള്ള ജീൻ കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആണ്. അപ്പോൾ ഇതില്ലാതപ്പോൾ നമ്മളുടെ ആ കുട്ടികളുടെ ബോഡി ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻറ്റ് ഓൺ ദിസ് SMN2 പറഞ്ഞ ഒരു ജീനിൻ്റെ മുകളിലാണ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളത്. സോ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ അനുസരിച്ചിട്ടായിരിക്കും അവരുടെ കഴിവുകളും കാര്യങ്ങളും ഉണ്ടാവുന്നത്. സോ അതുകൊണ്ടാണ് ഈ SMAയുടെ ജനറ്റിക് റിപ്പോർട്ട് ഉള്ള സമയത്ത് നമ്മൾ എല്ലാവരും ചോദിക്കാറുള്ളത് SMN2ൻ്റെ കോപ്പി നമ്പർ എന്താണ് എന്നുള്ളത്. സോ SMN1 ഇല്ലാത്തപ്പോൾ SMN2ൻ്റെ കോപ്പി നമ്പർ പ്രധാനമായിരിക്കും. അതായത് ഒരു കുട്ടിക്ക് SMN2ൻ്റെ കോപ്പി നമ്പർ 2 മാത്രമാണെങ്കിൽ അങ്ങനത്തെ ഒരു കുട്ടിയുടെ മാക്സിമം കഴിവ് തുറക്കുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. SMN2ൻ്റെ കോപ്പി നമ്പർ 3 ഉള്ള കുട്ടികൾ കഴുത്തുറക്കുന്നതും പിടിച്ചിരുത്തിയാൽ ഇരിക്കുന്ന ഒരു കഴിവ് നമ്പർ എത്രയുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും ഒരു കുട്ടിയുടെ കഴിവും കാര്യങ്ങളും ഡിപ്പെൻഡ് ആയിട്ട് വരുന്നത്. ബട്ട് നോട്ട് ഓൾവേസ്, ഇറ്റ് ഈസ് ജസ്റ്റ് ഓവർവ്യൂ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നോട്ട് എവറി മൈൽ സ്റ്റോൺ, അതായത് എല്ലാ കുട്ടിയുടെ കഴിവുകളും കംപ്ലീറ്റ് ആയിട്ട് SMN2ൻ്റെ മുകളിൽ ഡിപ്പെൻഡൻ്റ് അല്ല. ബട്ട് SMN2 കോപ്പി നമ്പർ അറിഞ്ഞിരിക്കുന്നത് ഒരു റഫ് ഐഡിയ നമുക്ക് കിട്ടുന്നതാണ്. ആ കുട്ടിയുടെ കഴിവ് ഇതുവരെ നമുക്ക് എത്താന്നുള്ള ഒരു ഐഡിയ വരുന്നതാണ്. ദാറ്റ് ഈസ് വൈ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് SMA പറയുന്നത് ജനറ്റിക്കലി പ്രൂവൻ ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കൊടുക്കാൻ പറ്റുള്ളൂ. സെക്കൻഡ് തിങ്, SMN2ൻ്റെ കോപ്പി നമ്പർ അറിയുന്നത് ആ കുട്ടിയുടെ കഴിവുകളും കാര്യങ്ങളും എത്രത്തോളം ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് SMN2ൻ്റെ കോപ്പി നമ്പർ നമ്മൾ കണ്ടെത്തുന്നത്. സോ ഈ ജനറ്റിക് ടെസ്റ്റ് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. ജസ്റ്റ് കുട്ടിയുടെ ബ്ലഡ് മാത്രമേ നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുണ്ടാവുള്ളൂ, 2 to 3 ml ഓഫ് ബ്ലഡ്. ആൻഡ് അതിൻ്റെ കോസ്റ്റ് വരുന്നത് അറൗണ്ട് ഇറ്റ് റേഞ്ചസ് ഫ്രം 6,000 to 8,000 rupees. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ്. പണ്ട് കുറേ കാലം മുമ്പ് SMAക്ക് വേണ്ടിയിട്ട് മസിൽ ബയോപ്സി ഒക്കെ ചെയ്യണ്ടായിരുന്നു. ഇപ്പം നമുക്ക് മസിൽ ബയോപ്സി കാര്യങ്ങൾ ആവശ്യം ഉണ്ടാവില്ല. ഒരു കുട്ടിക്ക് സസ്പെക്റ്റഡ് SMA ഉള്ള കുട്ടിക്ക് ഫസ്റ്റ് വേണ്ട നരമ്പിൻ്റെ സ്റ്റഡിയാണ്. നരമ്പിൻ്റെ വീക്ക്നെസ് ഉണ്ടോ ഇല്ലയോ അറിയാൻ വേണ്ടിയിട്ട്, അതാണ് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി പറയുന്നത്. അതിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും ഈ ജനറ്റിക് ടെസ്റ്റും കാര്യങ്ങളിലോട്ട് പ്രൊസീഡ് ചെയ്യുന്നത്. സോ ഈ SMA കുട്ടികളുടെ സിംറ്റംസും കാര്യങ്ങളും എങ്ങനെയുണ്ടാവും? ഇപ്പോൾ പല രീതികളിലുണ്ടാവും SMA കുട്ടികൾ. ഫസ്റ്റ് നമ്മൾ സിവിയർ ആയിട്ട് കാണുന്നത് ടൈപ്പ് 0, ടൈപ്പ്
1 SMA പറയുന്ന കുട്ടികളാണ്. സോ ഈ കുട്ടികളുടെ പ്രസന്റേഷൻ യൂഷ്വലി വിത്തിൻ 6 months, അതായത് ജനിച്ച് 6 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ കുട്ടികൾക്ക് സിംറ്റംസ് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. സിംറ്റംസ് എന്ന് പറയുമ്പോൾ ഇവർക്ക് കഴുത്തുറയ്ക്കാൻ പ്രയാസമുണ്ടാവും. കുട്ടി നല്ല ആക്റ്റീവ് അലേർട്ട് ആയിട്ട് ചിരിക്കുന്ന ഒരു കുട്ടി, ബട്ട് കഴുത്തുറയ്ക്കാൻ പ്രയാസമുള്ളതും കൈയിൻ്റെയും കാലിൻ്റെയും ശരിക്കും ഒരു അനക്കം, അതായത് ഈ ഡിസ്റ്റൽ മൂവ്മെന്റ്സ് എന്ന് പറയും. ഈ കൈയിൻ്റെ മൂവ്മെന്റ്സ് ഉണ്ടാവും, ബട്ട് ഈ ഒരു ഷോൾഡർ മൂവ്മെന്റ്സും അതുപോലെ കാലിൻ്റെ രീതിയിൽ തുടകളുടെ മൂവ്മെന്റ്സും കാര്യങ്ങളും കുറവായിട്ടുള്ള കുട്ടികളായിരിക്കും SMA type 1. അറ്റ് ദ സെയിം ടൈം SMA type 1 കുട്ടികൾക്ക് ബ്രീതിങ് പ്രോബ്ലം ഉണ്ടാവുന്നതാണ്, ശ്വാസം എടുക്കാൻ പ്രയാസം, ആൻഡ് അതർ ഇഷ്യൂ വന്നിട്ട് ഫീഡിങ് ഇഷ്യൂസ് ഉണ്ടാവുന്നതാണ്. നന്നായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് ടയേർഡായി പോകുക, തരിപ്പ് കയറുക, ആ രീതിയിലോട്ട് പ്രോബ്ലങ്ങളാണ് SMA type 1 കുട്ടികളിൽ കാണാറുള്ളത്. ടൈപ്പ് 2 കുട്ടികൾ ഇരിക്കുന്ന കഴിവുകൾ വരെ അവർക്ക് കിട്ടുന്നതാണ്. ഇരിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ പിടിച്ചിരുത്തിയാൽ ഇരിക്കുന്ന ഒരു കഴിവ് വരെ കിട്ടുന്നതാണ്. ആൻഡ് അതിനും കൂടുതലായിട്ടുള്ള കഴിവുകൾ സാധാരണ രീതിയിൽ SMA type 2 കുട്ടികൾക്ക് കിട്ടാൻ പ്രയാസമായിരിക്കും. ടൈപ്പ് 3 ഉള്ള കുട്ടികൾ നിൽക്കുന്ന കുട്ടികളായിരിക്കും. ആൻഡ് ചിലപ്പോൾ ഈവൻ നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾ നടക്കുന്ന കഴിവുകൾ പോലും നഷ്ടപ്പെടുന്നതാണ് SMA type 3 കാണുന്നത്. സോ അതാണ് ഡിഫറെൻറ്റ് സിംറ്റംസ് SMAക്കുള്ളത്. യൂഷ്വലി SMA type 3 ഉള്ള കുട്ടികളായിരിക്കും നമുക്ക് മസ്കുലർ ഡിസ്ട്രോഫി പോലത്തെ ഒരു സിംറ്റംസോടെ ആയിരിക്കും കാണുക. അതായത് സഡനായിട്ട് നടക്കുന്ന കുട്ടികൾ, താഴെ ഇരുന്നാൽ എണീക്കാൻ പ്രയാസമുള്ളത്, പിന്നെ നമ്മൾ സ്റ്റെപ്സിലോട്ട് കയറുമ്പോൾ സ്റ്റെപ്സ് കയറാൻ പ്രയാസമുള്ളത്, സ്കൂളിൽ പോകുന്ന സമയത്ത് ബസ് കയറാൻ പ്രയാസമുള്ള കുട്ടികൾ, ഇവരൊക്കെ SMA type 3 ഉള്ള കുട്ടികളാണ്. സോ സെയിം തിങ്, ജസ്റ്റ് ഒരു സമ്മറി പോലെ ടൈപ്പ് 1 SMA 6 months മുമ്പ് തന്നെ കാണാൻ പറ്റുന്നതാണ്. അവർക്ക് മാക്സിമം കഴിവ് പറയുമ്പോൾ നെക്ക് ഹോൾഡിംഗ് ആയിരിക്കും. ടൈപ്പ് 2 കുട്ടികൾ 6 മാസം തൊട്ട് 1.5 വയസ്സിൻ്റെ പ്രായത്തിനുള്ളിലാണ് കാണാറുള്ളത്. മോസ്റ്റ് ഓഫ് ദം അവർ കിട്ടുന്ന കഴിവുകൾ മെയിനായിട്ട് സിറ്റിംഗ് അബിലിറ്റി ആയിരിക്കും. ടൈപ്പ് 3 ഉള്ള കുട്ടികൾ നടക്കാൻ പറ്റുന്ന കുട്ടികളാണ്. ചില കുട്ടികൾക്ക് നടക്കാൻ പ്രയാസവും നമ്മൾ കാണാറുണ്ട്. ആൻഡ് നടക്കുന്ന കഴിവുകൾ നഷ്ടപ്പെട്ട് ടൈപ്പ് 2 പോലെയും ബിഹേവ് ചെയ്യാറുണ്ട് ടൈപ്പ് 3 കുട്ടികൾ. ടൈപ്പ് 4 SMA മോർ ദാൻ 30 years ഓൾഡ് ഉള്ള ആളെ പോലെ ആയിരിക്കും. അവരുടെ എല്ലാ കാര്യങ്ങളും നോർമൽ ആയിരിക്കും, ബട്ട് അവർക്ക് കുറെ ഓടാനും ചാടാനും സ്റ്റെപ്സ് കയറാനും ചിലപ്പോൾ പ്രയാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ എങ്ങനെയാ മാനേജ് ചെയ്ത് പോകേണ്ടത്? സോ ഫസ്റ്റ് നമുക്ക് വേണ്ടത് അക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ പേരൻസ് മുന്നോട്ട് വന്ന് ജനറ്റിക് ഡയഗ്നോസിസ് എന്തായാലും ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്നാലേ ഇപ്പോൾ ഒരു കുട്ടിക്ക് എന്താ അസുഖം എന്ന് അറിഞ്ഞാലേ അതിൻ്റെ ഭാവി നമുക്ക് എങ്ങനെയാണെന്നൊന്ന് പറയാൻ പറ്റുള്ളൂ. ദാറ്റ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ്, അവരെ മാനേജ് ചെയ്യുന്നത് ഒരു സിംഗിൾ ഡോക്ടർ അല്ല, മൾട്ടിപ്പിൾ ഡോക്ടേഴ്സിൻ്റെ ഒപ്പീനിയൻ കാര്യങ്ങളായിട്ടാണ് മാനേജ് ചെയ്യാറുള്ളത്. അപ്പോൾ മൾട്ടി ഡിസിപ്ലിനറി ടീം അപ്രോച്ചാണ് SMA കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ളത്. സോ മൾട്ടി ഡിസിപ്ലിനറി ടീം പറയുമ്പോൾ അവിടെ ഒരു ന്യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ്, ഒരു പീഡിയാട്രീഷ്യൻ, പൾമണോളജിസ്റ്റ് പറയുമ്പോൾ ഈ ബ്രീതിങ്ങിൻ്റെയും ഇഷ്യൂസ് ഒക്കെ നോക്കുന്ന ആള്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഓക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ്, ഓർത്തോപെഡീഷ്യൻ, ഡയറ്റീഷ്യൻ അലോങ് വിത്ത് പീഡിയാട്രിക് ഗാസ്ട്രോ അല്ലെങ്കിൽ ഗാസ്ട്രോ ഡോക്ടർ വിത്ത് ജെനറ്റിസിസ്റ്റ്. ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ടീമായിട്ടാണ് ഈ കുട്ടികളെ മാനേജ് ചെയ്യാറുള്ളത്. സോ ഫസ്റ്റ് ഇപ്പോൾ ഒരു കുട്ടിക്ക് SMA സസ്പെക്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് രീതിയായിട്ട് വേണ്ടത് ജനറ്റിക് കൺഫർമേഷൻ ആയിരിക്കും. ജനറ്റിക്കലി കൺഫേം ആയ ശേഷം ആ കുട്ടികളെ നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് കുട്ടിയുടെ വെയിറ്റും കാര്യങ്ങളും എങ്ങനെയാണ്, കൂടിക്കൊണ്ട് പോകുന്നുണ്ടോ, കുട്ടിക്ക് എല്ലാ വാക്സിൻസും കാര്യങ്ങളും കുത്തിവയ്പ്പൊക്കെ നടക്കുന്നുണ്ടോ, സ്പെഷ്യൽ വാക്സിൻസ്, അതായത് ടൈപ്പ് 1 കുട്ടികൾക്കും ടൈപ്പ് 2 ഉള്ള കുട്ടികൾക്കും ഫ്രീക്വൻ്റ് ആയിട്ട് നിമോണിയ കാര്യങ്ങൾ വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ വാക്സിൻസ് ആയ ന്യൂമോകോക്കൽ വാക്സിൻസ്, ഫ്ലൂ വാക്സിൻസ് ഇതൊക്കെ കൊടുക്കണം. നെക്സ്റ്റ് വേണ്ടത് ഈ കുട്ടികൾക്ക് റെഗുലർ ആയിട്ട് ഫിസിയോതെറാപ്പി, ഇവരുടെ റെസ്പിറേറ്ററി കെയർ പറയുന്ന ബ്രീതിങ് ഇഷ്യൂസ് ഒക്കെ സോർട്ട് ഔട്ട് ചെയ്യുന്ന കെയറും കാര്യങ്ങളും, പിന്നെ ഹിപ്പിൻ്റെ ടൈപ്പ് 2 ഇരിക്കുന്ന കുട്ടികൾക്ക് നട്ടലിൻ്റെ വളവുകൾ കാണുന്നതായിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് സ്പൈൻ സർജനെ ഫ്രീക്വൻ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട, അതായത് 6 മാസത്തിനൊരിക്കലെങ്കിലും സ്പൈനിൻ്റെ മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. മോർ ദൻ എനിത്തിങ് പേരൻസ് ആൻഡ് ചിൽഡ്രൻ രണ്ടാൾക്കും സൈക്കോളജിസ്റ്റിൻ്റെ സപ്പോർട്ടും കെയറും കൂടെ ഇതിൽ ആവശ്യമുള്ളതാണ്. സോ മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ അക്സെപ്റ്റൻസ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഫാമിലിയിലുള്ള എല്ലാവരും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന പല ഫാമിലീസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ഫാമിലീസിൽ കുട്ടികളുടെ ലൈഫും കാര്യങ്ങളും നല്ല ബെറ്റർ ആയിട്ടാണ് കാണുന്നത്. സോ ചില റെക്കമെൻഡേഷൻസ് എങ്ങനെയാ പറഞ്ഞാൽ ഫിസിയോതെറാപ്പി യൂഷ്വലി നമുക്ക് ഡെയിലി വേണം, ബട്ട് അറ്റ്ലീസ്റ്റ് 5 days a week എങ്കിലും റെക്കമെൻഡഡ് ആണ് ഫിസിയോതെറാപ്പി. ആൻഡ് ഈ കുട്ടികളുടെ മോട്ടാർ അസസ്മെന്റ്സ്, നമ്മളും ഇവിടെ ചില സ്കെയിൽസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ടാവും HFMSC സ്കെയിൽ, ചോപ്പ് ഇൻഡൻ സ്കെയിൽ, ഹൈൻ 2 സ്കെയിൽ പറഞ്ഞിട്ട്. അത് ഫിസിയോതെറാപ്പിസ്റ്റ് കുട്ടികളുടെ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ അസസ്മെന്റ്, അതായത് കഴുത്തുറയ്ക്കുന്നത്, കൈയിൻ്റെ മൂവ്മെന്റ്സ്, കാലിൻ്റെ മൂവ്മെന്റ്സ്, ഇതൊക്കെ വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു സ്കോറിങ് എല്ലാ
6 മാസം കൂടുമ്പോഴും ആവശ്യമുള്ളതാണ്. പിന്നെ കുട്ടികൾക്ക് എപ്പോഴൊക്കെ സ്ട്രെച്ചിങ് എക്സസൈസസ് വേണ്ട, സ്പ്ലിൻസ് വേണ്ട, ഓർത്തോസിസ് വേണ്ടത്, അസിസ്റ്റീവ് ഡിവൈസസ് വേണ്ടത്, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞു തരുന്നതായിരിക്കും. ചെസ്റ്റ് ഫിസിയോതെറാപ്പി ടൈപ്പ് 1 ടൈപ്പ് 2 കുട്ടികൾക്ക് ആവശ്യമുണ്ടാവും. ചെസ്റ്റ് ഫിസിയോതെറാപ്പി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞു തരുന്നതാണ്. നെക്സ്റ്റ് സ്പൈൻ ആൻഡ് ഹിപ്പ് കെയർ. ബിക്കോസ് ഞാൻ ഹിപ്പിൻ്റെ പ്രശ്നം കൂടുതലായിട്ട് എല്ലാ ടൈപ്പ് 2 കുട്ടികൾക്കും കാണാറുള്ളതാണ്. നിയർലി 80 to 90% ഓഫ് ചിൽഡ്രൻ വിത്ത് SMA ഹാവ് ദിസ് ഹിപ്പ് ഡിസ്പ്ലേസിയ. അതായത് ഹിപ്പ് ബോണ് ഹിപ്പിൻ്റെ സോക്കറ്റിലല്ലാതെ പുറത്ത് നിൽക്കുന്നതായിരിക്കും കുട്ടികൾക്ക്. യൂഷ്വലി നമുക്കതിന് സർജറി കാര്യങ്ങൾ ആവശ്യം ഉണ്ടാവില്ല. ബട്ട് ഈ കുട്ടി നിൽക്കുന്ന കുട്ടിയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ സർജറി കാര്യങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമായിട്ട് വരുന്നതായിരിക്കും. ഈവൻ സ്കോളിയോസിസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് സ്കോളിയോസിസ് പറഞ്ഞ നട്ടലിൻ്റെ വളവ്. മെയിൻലി ഈ കുട്ടികൾ യൂഷ്വലി ഞാനിപ്പോൾ 2-3 വയസ്സ് പ്രായം തൊട്ട് സ്കോളിയോസിസ് കാണുന്നതാണ്. ഇതിങ്ങനെ പ്രോഗ്രസ് ആയിട്ട് വരുമ്പോൾ നമുക്ക് സ്പൈൻ ബ്രേസ് പറയും. അതായത് ഒരു ബെൽറ്റാണ് ഇടാറുള്ളത്, സ്പൈനിലൂടെ ബെൽറ്റാണ് ഇടാറുള്ളത്. സോ ദാറ്റ് ആ സ്കോളിയോസിസ് ഒന്ന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബെൽറ്റ് ഇടാറുള്ളത്. ആൻഡ് സപ്പോസ് അത് ബെൽറ്റ് ഇട്ടിട്ടും ഇങ്ങനെ പ്രോഗ്രസ് ആയിക്കൊണ്ട് വരുന്നുണ്ടെങ്കിൽ സർജറിയിലോട്ട് പോകേണ്ട ആവശ്യമായിട്ടുണ്ടാവും. അങ്ങനെ ചില കുട്ടികൾക്ക് സർജറിയൊക്കെ ചെയ്തിട്ട് ഇരിക്കുന്ന ബാലൻസും ഇരിക്കുന്ന കഴിവുകളും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പൈൻ സർജറി കാര്യങ്ങൾ ചെയ്യുന്നത്. കാൽഷ്യം വിറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻ വളരെ പ്രധാനമാണ്. വിറ്റമിൻ ഡി റെഗുലറായിട്ട് കൊല്ലത്തിനൊരിക്കൽ ചെക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. 4 വയസ്സ് കഴിഞ്ഞുള്ള കുട്ടികൾക്ക് ഡെക്സ പറഞ്ഞ ബോൺ സ്കാനും കാര്യങ്ങളും വേണ്ടിയുള്ള ആവശ്യം ഉണ്ടാവും. പിന്നെ ടൈപ്പ് 1 കുട്ടികൾക്ക് ഫീഡിങ് ഇഷ്യൂസ് ഉണ്ടാവുന്നതാണ്. ടൈപ്പ് 2 ചില കുട്ടികൾക്കും ഫുഡ് വിഴുങ്ങാൻ പ്രയാസവും കാര്യങ്ങളും ഉണ്ടാവുന്നതാണ്. സോ അങ്ങനത്തുള്ള കുട്ടിക്ക് ബേരിയം സ്വാലോ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് അവർക്ക് തകുന്ന പോലെ ഭക്ഷണവും കാര്യങ്ങളും എങ്ങനത്തെ രീതിയിലാണ് കൊടുക്കണം എന്നുള്ള അഡ്വൈസ് വേണ്ടിയുള്ളതാണ്. സോ അതർ കെയർ പറഞ്ഞാൽ ഇപ്പോൾ 6 വയസ്സിന് കൂടുതലായ കുട്ടികൾക്ക് റെഗുലറായിട്ട് പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് വേണ്ടി വരും. അറ്റ്ലീസ്റ്റ് 6 മാസം കൂടുമ്പോൾ സ്ലീപ്പ് സ്റ്റഡി കൊല്ലത്തിനൊരിക്കൽ വേണ്ടി വരും. ഹൈപ്പോ വെന്റിലേഷൻ, അതായത് ഉറക്കത്തിൽ കൂർക്കം വലി, എണീക്കുന്ന സമയത്ത് മുഖത്തിന് ഫുള്ളായിട്ട് വിശർപ്പും കാര്യങ്ങളൊക്കെ ഉള്ള, ഡേ ടൈം മൊത്തം ടയർഡ്നെസ് ഉള്ള കുട്ടികൾക്ക് മെയിനായിട്ട് ബൈപാപ്പ് സപ്പോർട്ട് കാര്യങ്ങൾ വേണ്ടി വരുന്നതായിരിക്കും. സോ ഇപ്പോൾ മുമ്പൊക്കെ നമുക്ക് മാനേജ്മെൻറ്റിൽ ഡയഗ്നോസിസ്, ഫിസിയോതെറാപ്പി, ഓർത്തോപെഡിക്, സൈക്കോളജിക്കൽ സപ്പോർട്ട്, പൾമുനറി സപ്പോർട്ട്, ന്യൂട്രീഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു അഡീഷൻ ആണ് നോവൽ ഡിസീസ് മോഡിഫയിങ് ഏജൻറ്റ്സ്. അതായത് പുതിയ ഹോപ്പ് SMA കുട്ടികൾക്ക് ഉണ്ടായത് 2015 ശേഷമാണ്. അതിന് ശേഷമാണ് ചില ഡ്രഗ്സും കാര്യങ്ങളും മാർക്കറ്റിലോട്ട് എത്താൻ തുടങ്ങിയത്. അതിൽ ഒരു വണ്ടർ ഡ്രഗായിട്ട് ആദ്യം തൊട്ട് വന്നതാണ് സ്പിൻറാസ പറഞ്ഞ മരുന്ന്. സോ ബേസിക്കലി ഈ മരുന്നുകളൊക്കെ എങ്ങനെ ആക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീനിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുന്ന ഒരു മരുന്ന്. അതാണ് ഈ ഏറ്റവും വില കൂടിയ ജീൻ തെറാപ്പി പറഞ്ഞ ഈ ഒരു സോൾഗൻസ്മ പറഞ്ഞ മരുന്നാണ്. അതായത് കുട്ടിക്ക് SMN1 പറഞ്ഞ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ജീനില്ല. അപ്പോൾ ആ ജീനിനെ ശരീരത്തിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുന്നതായിരിക്കും ഈ ഒരു പർട്ടിക്കുലർ ജീൻ തെറാപ്പി. രണ്ടാമത്തെ രീതിയാണ് ഈ ഒരു സ്പ്ലൈസിങ്, SMN2 സ്പ്ലൈസിങ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ജീനിൽ നിന്ന് പുറത്ത് വരുന്ന പ്രോട്ടീനും കാര്യങ്ങളും റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന മരുന്നും കാര്യങ്ങളും. അതിലാണ് 2 തെറാപ്പി. ഒന്ന് സ്പിൻറാസ അല്ലെങ്കിൽ ന്യൂസിനർസിൻ, രണ്ടാമത്തെ രീതിയിലുള്ളത് റിസ്റ്റിപ്ലാം ആണ് ഇപ്പോൾ നമ്മുടെ DCGI അപ്രൂവ് ആയിട്ട് മാർക്കറ്റിലോട്ട് വന്നിട്ടുള്ള ഡ്രഗ്. റിസ്റ്റിപ്ലാം പറഞ്ഞ മരുന്നാണ്. വേറെയും ചില മരുന്നുകളൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്, സാൽബ്യൂട്ടമോൾ, പൈരിഡോസ്റ്റിഗ്മിൻ. ബട്ട് അതിൽ വലിയൊരു ഇഫക്റ്റും കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടില്ല. സോ ഈ സ്പിൻറാസ പറയുന്ന മരുന്ന് ഞാൻ പറഞ്ഞ പോലെ SMN2 പ്രോട്ടീൻ ലെവൽസിനെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള മരുന്നാണ്. ആദ്യം തന്നെ പറഞ്ഞായിരുന്നു SMN1 എല്ലാവരുടെ ശരീരത്തിലും ഉണ്ടാവും. ബട്ട് SMA കുട്ടികൾക്ക് അത് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ടോട്ടലി ആ കുട്ടിയുടെ മറ്റേ ഇഫക്റ്റും കാര്യങ്ങളും കാണുന്നത് SMN2 പ്രോട്ടീൻ്റെ മുകളിലാണ്. സോ SMN2 പ്രോട്ടീൻ കൂടാൻ വേണ്ടിയിട്ടുള്ള മരുന്നാണ് സ്പിൻറാസ പറഞ്ഞിട്ടുള്ള മരുന്ന്. സോ സ്പിൻറാസ ജനിച്ച കുട്ടികൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ബട്ട് ഈ മരുന്ന് കൊടുക്കുന്നത് നട്ടല് കൂടെ ആയിരിക്കും. ഇൻട്രാതീക്കൽ പറഞ്ഞ ഇഞ്ചക്ഷൻ ആണ്. ഇൻട്രാതീക്കൽ പറയുമ്പോൾ നമ്മൾ യൂഷ്വലി സിസേറിയൻ സെക്ഷനൊക്കെ കൊടുക്കില്ലേ ഒരു അനസ്തീസിയ, ഇൻട്രാതീക്കൽ ഇവിടുത്തെ സ്പൈനിൽ കൊടുക്കുന്ന ഒരു അനസ്തീസിയ, അതുപോലത്തെ ഒരു രീതിയിലായിരിക്കും മരുന്ന് കയറ്റാറുള്ളത്. സ്റ്റാർട്ടിങ് 4 ഡോസസ് വേണ്ടി വരും. അതായത് ഫസ്റ്റ് ഇന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ 14 ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും രണ്ടാമത്തെ ഡോസ്, അതുപോലെ മൂന്നാമത്തെ ഡോസ്, പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് 4ാമത്തെ ഡോസ്. ഇതാണ് ലോഡിംഗ് ഡോസസ്, 4 ഡോസ്. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാ 4 മാസം കൂടുമ്പോഴും മെയിൻ്റനൻസ് ഡോസ് കാര്യങ്ങൾ വേണ്ടി വരും. ഓൺലി തിങ് ഇസ് ഈ മരുന്ന് നമുക്ക് ലൈഫ് ലോങ് കൊടുക്കേണ്ട മരുന്നാണ്. കുട്ടി എത്രത്തോളം ഉണ്ടോ ആ സമയം വരെ നമുക്ക് ഈ മരുന്ന് കൊടുക്കേണ്ട ഒരു ആവശ്യമായിട്ട് ഉണ്ടാവും.
രണ്ടാമത്തെ രീതിയുള്ള മരുന്നാണ് റിസ്റ്റിപ്ലാം. റിസ്റ്റിപ്ലാമും ഇതുപോലെ തന്നെ SMN2 പ്രോട്ടീനെ കൂടുതലാക്കുന്ന ഒരു മരുന്നാണ് റിസ്റ്റിപ്ലാം. റിസ്റ്റിപ്ലാം ഈസിയാണ് കൊടുക്കാൻ. മെയിൻ തിങ് വീട്ടിൽ തന്നെ കൊടുക്കാൻ പറ്റുന്നതാണ്. മെയിൻ തിങ് ഇസ് റിസ്റ്റിപ്ലാമിന്റെ സൊല്യൂഷൻ നമ്മളൊന്ന് ഡൈല്യൂട്ട് ചെയ്ത്, അതായത് ഇപ്പോൾ ഈ റിസ്റ്റിപ്ലാം വരുന്നത് പൊടിമരുന്നായിരിക്കും. ജസ്റ്റ് ഒരു വലിയൊരു ബോട്ടിലിൽ, ഒരു 80 ml ബോട്ടിലിൽ ചെറിയ പൗഡേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. സോ ആ പൗഡേഴ്സിനെ ഡൈല്യൂട്ട് ചെയ്യും. അതായത് 1 ml പൗഡർ ആയിരിക്കും ഉണ്ടാവുക. അതിനെ 79 ml വെള്ളം ഒഴിച്ചിട്ട് 80 ml വരെ ഡൈല്യൂട്ട് ചെയ്യുന്നതായിരിക്കും. ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം അത് വെക്കേണ്ട ടെമ്പറേച്ചർ 2 to 8 ഡിഗ്രീൻ്റെ ഉള്ളിലാണ് ടെമ്പറേച്ചർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സോ ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ദിവസം കൃത്യം ഒരു സമയം നോക്കിയിട്ട് ആ കുട്ടിക്ക് ആ മരുന്ന് കൊടുക്കേണ്ട ആവശ്യം വരും. സോ കുട്ടിയുടെ വെയിറ്റിനനുസരിച്ചിട്ടാണ് ഡോക്ടേഴ്സ് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുക. ആ രീതിയിലോട്ടാണ് ഡെയിലി മരുന്ന് കൊടുത്തു വരുന്നത്. മൂന്നാമത്തെ രീതിയിൽ കൊടുക്കുന്നത് സോൾഗൻസ്മ പറഞ്ഞ ജീൻ തെറാപ്പി. ജീൻ തെറാപ്പി 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. SMA ജനറ്റിക്കലി പ്രൂവൻ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് ജീൻ തെറാപ്പി കൊടുക്കുന്നത് സിംഗിൾ ഇൻഫ്യൂഷൻ ആണ്. അതായത് നാളെ കൊടുക്കുകയാണെങ്കിൽ ഒരു ദിവസം മുമ്പ് കുട്ടി വന്ന് അഡ്മിറ്റ് ആവുന്നതായിരിക്കും. സ്റ്റിറോയിഡ് മെഡിസിൻ ടാബ്ലറ്റും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അടുത്ത ദിവസം ആ കുട്ടിക്ക് 1 മണിക്കൂറിന് ഇഞ്ചക്ഷൻ ആയിരിക്കും. 1 അവറിന്റെ സിംഗിൾ ഇഞ്ചക്ഷൻ ആയിരിക്കും. അതൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് പിന്നെ നമുക്ക് മോണിറ്റർ ചെയ്യേണ്ടത് ലിവർ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് മോണിറ്റർ ചെയ്ത് പോകേണ്ടത്. അപ്പോൾ ഇതിന്റെ കോസ്റ്റും കാര്യങ്ങളും പറഞ്ഞു വരുമ്പോൾ സ്പിൻറാസിന്റെ അപ്രോക്സിമേറ്റ് കോസ്റ്റ് വരുന്നത് ഫസ്റ്റ് ഇയറിന് 4 കോടി, അതിനുശേഷം വരുന്നത് 2 കോടി പെർ ഇയർ ആണ്. ആൻഡ് റിസ്റ്റിപ്ലാമിന്റെ കോസ്റ്റ് വരുന്നത് ആസ് ലോ ആസ് 14 to 60 lakhs പെർ ഇയർ ആണ് വരുന്നത്. ആൻഡ് സോൾഗൻസ്മാന്റെ കോസ്റ്റ് വരുന്നത് 15 കോടി, ദറ്റ് ഇസ് $2,125,000 ആണ് സോൾഗൻസ്മയുടെ കോസ്റ്റ് വരുന്നത്. ഇപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ ഉള്ളത് എൻ്റെ എക്സ്പീരിയൻസ് ഉള്ളത് റിസ്റ്റിപ്ലാമും പിന്നെ സോൾഗൻസ്മാവും കൊടുത്തിട്ടാണ്. സോ റിസ്റ്റിപ്ലാമിലോട്ട് 7 കുട്ടികളുണ്ട്. 7 കുട്ടികൾക്ക് നമ്മൾ കൊടുത്തത് ത്രൂ കമ്പാഷനേറ്റ് ആക്സസ് പ്രോഗ്രാം എന്നുള്ള രീതിയിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക്. 4 കുട്ടികൾക്ക് സോൾഗൻസ്മ കൊടുത്തിട്ടുണ്ട്. 5ാമത്തെ കുട്ടിക്ക്, അതായത് മുഹമ്മദ്, നമ്മളുടെ ക്രൗഡ് ഫണ്ടിങ്ങിലോട്ട് ഉള്ള കുട്ടിക്ക് കൊടുക്കുന്നതായിരിക്കും. സോ നമ്മളിവിടെ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ വാട്ട് വി ആർ ട്രൈങ് ടു ഡു ഇസ്, ഇപ്പോൾ എല്ലാ SMA ഫാമിലീസും ഒരുപോലെ തന്നെയാണ്. അപ്പൊ ഇവരെ എല്ലാരെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് കമ്പനിയുടെ ഏതെങ്കിലും രീതിയിൽ ഫ്രീ ആയിട്ട് ഒരു പ്രോഗ്രാം വരുമ്പോൾ എല്ലാവരുടെയും അപ്ലിക്കേഷൻ നമ്മൾ ഇടുന്നതാണ്. കമ്പനിത്തെ ആൾക്കാരാണ് തിരഞ്ഞെടുക്കുന്നത് ഏത് മരുന്നാ എങ്ങനെയാ കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ. ആരോ ക്വസ്റ്റ്യൻ ഉണ്ട് തോന്നുന്നു അല്ലെ, മോസ്റ്റ്ലി വാസുദേവൻ പറഞ്ഞ ആരോ ഒരാള്. ഹലോ ഹലോ മാഡം, ക്വസ്റ്റ്യൻ ഇപ്പൊ എടുക്കണോ അതോ പ്രസന്റേഷൻ കഴിഞ്ഞിട്ട് മതിയോ? ഓൾമോസ്റ്റ് ഡൺ. ഓക്കെ. Almost done. So basically ഓരോ കമ്പനി വരുമ്പോൾ വി അപ്ലൈ ഫോർ ദാറ്റ് പ്രോഗ്രാം ആൻഡ് അതിൽ സെലക്ട് ആവുന്ന രീതിയിൽ കുട്ടികൾക്കാണ് നമുക്ക് മരുന്നും കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യാറുള്ളത്. ആൻഡ് അതിൽ കിട്ടാത്ത ചില ആൾക്കാരാണ് നമുക്ക് ഇത് ക്രൗഡ് ഫണ്ടിങ് രീതിയിലോട്ട് പോയിട്ട് മരുന്നുകൾ കൊടുക്കാറുള്ളത്. ദിസ് ഇസ് ഹൗ ദ യൂഷ്വൽ പ്രോസസ് ഇസ് ഗോയിങ് ഓൺ. അപ്പൊ ഇവിടെ കേരളത്തിൽ ഞാൻ ഒരാൾ 3 ഡ്രഗിന് വേണ്ടിയിട്ടും ശ്രമിച്ചതായിരുന്നു. അപ്പൊ അതിൽ ചില കുട്ടികൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ചില കുട്ടികൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ചില കുട്ടികൾ എന്നെ മുമ്പ് തന്നെ നഷ്ടപ്പെട്ട കുട്ടികൾ ഞാൻ കുറെ ഫാമിലീസും കണ്ടിട്ടുള്ളതാണ്. സോ അങ്ങനെ വി ജസ്റ്റ് ട്രൈങ് ടു ഡു സം ഡിഫറൻസ് ടു യുവർ ലൈഫ്സ്, ബട്ട് വി ഡോണ്ട് നോ ഹൗ ഫാർ വി ആർ സക്സീഡിങ് ഇൻ ഇറ്റ്. സോ ഇതാണ് നമ്മളുടെ കംപ്ലീറ്റ് ടീമായിട്ട് എല്ലാവരും. ഇത് QRSMA കമ്മ്യൂണിറ്റിയുടെ കൂടെ ഉള്ള ഫോട്ടോ ഒക്കെയാണ്. മെയിൻ പ്രശ്നം ഇവിടെ ഉള്ളത് മെഡിസിൻ അവൈലബിൾ ആണ്, ഉണ്ട്, SMAക്ക് ഉണ്ട്, ബട്ട് അതിന്റെ കോസ്റ്റ് ആണ് നമുക്ക് വലിയൊരു പ്രോബ്ലം ആയിട്ട് മുന്നോട്ട് നിൽക്കുന്നത്. മെയിൻ ആയിട്ട് റിസ്റ്റിപ്ലാമിന്റെ കോസ്റ്റ് വരുന്നത് ഇറ്റ് ഇസ് എക്സ്പെൻസീവ്. 10 lakhs തൊട്ട് 60 lakhs പെർ ഇയർ എന്ന് വരുമ്പോൾ ത്രൂ ഔട്ട് ലൈഫിന് പോകാൻ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി വെരി ടഫ്. പിന്നെ ഗവൺമെന്റിന്റെ ഇന്ത്യയുടെ അപ്രൂവലും കാര്യങ്ങളും, ജീൻ തെറപ്പിക്ക് തന്നെ നമുക്ക് ഗവൺമെന്റ് അപ്രൂവൽ ഒന്നും ഇല്ല, ഇന്ത്യയിൽ അപ്രൂവൽ ഇല്ല. US FDA അപ്രൂവ്ഡ് ആയിട്ടുള്ള മരുന്നാണ്. മെയിൻ പ്രോബ്ലം വിത്ത് ഓൾ ദീസ് മെഡിസിൻസ് ആർ ഇതൊക്കെ വന്നിട്ട് ഒരു 5 കൊല്ലം മാക്സിമം 6 കൊല്ലത്തിന്റെ സ്റ്റഡീസും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അതിനും കൂടുതലായിട്ടുള്ള ഒരു സ്റ്റഡീസ് ഇല്ല. അപ്പൊ ഇതിന്റെ ലോങ് ടേം എഫക്ട്സ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ആർക്കും അറിയില്ല. ദാറ്റ് ഈസ് എ ഫാക്ട്. അതാണ് ഒരു ഫാക്ടും സിറ്റുവേഷൻ ഉള്ളത്. സോ മോർ ദാൻ മെഡിസിൻ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ മാനേജ്മെന്റ് ഓഫ് എനി SMA ചൈൽഡ് ഇസ് multidisciplinary approach. That is what I want to conclude my talk upon. So അതായത് എല്ലാവരും ഇപ്പൊ വരുന്ന എല്ലാ പേരൻസും ഒന്ന് ചോദിക്കുന്നത് മരുന്ന് മരുന്ന് മരുന്ന്.
ബട്ട് ഫിസിയോതെറപ്പി എത്രത്തോളം ചെയ്യുന്നുണ്ട്, ഓർത്തോട്ടിക് സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്, സ്പൈൻ സർജറി ചെയ്യുന്നുണ്ടോ, സ്കോലിയോസിസ് പ്രോഗ്രസ് ആവുന്നുണ്ടോ, റെസ്പിറേറ്ററി ഫങ്ഷൻസ് എങ്ങനെയാ ഉള്ളത്, ഇതെല്ലാവരും ഫ്രാങ്ക്ലി പറഞ്ഞ നെഗ്ലക്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. സോ ഈ രീതിയിൽ ആ ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചും കൊണ്ടാണ് നമുക്ക് കുട്ടിയുടെ ലൈഫും കാര്യങ്ങളും ബെറ്റർ ആക്കാൻ പറ്റുള്ളൂ. യെസ്, മെഡിസിൻസ് ആർ ഇമ്പോർട്ടൻറ്റ്, ഇല്ലെന്നില്ല, ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് ത്രൂ ഔട്ട് അലോങ് വിത്ത് മെഡിസിൻസ് മറ്റേ കെയറും സപ്പോർട്ടും കൂടെ എല്ലാം കൂടെ ആവശ്യമായിട്ടുള്ളതാണ്. താങ്ക് യു. അമീർ, നമുക്ക് ക്വസ്റ്റ്യൻസ് എടുക്കാം. I'll stop my slide share. Yeah. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാസുദേവ് അല്ലേ? ഹലോ. പറയൂ സർ. ഹലോ, ഞാൻ അബ്ദുൽ നാസർ ആലുവയിൽ നിന്നാണ്. പറയൂ സർ. ഞാൻ 2 കുട്ടികൾ SMAയിലുള്ളവരാണ് എനിക്കുള്ളത്. ഓക്കെ. മൂത്ത ആൾക്ക് 20 വയസ്സ് കഴിഞ്ഞ്, രണ്ടാമത്തെ ആൾ 13 വയസ്സാണ്. ഓക്കെ. അപ്പൊ ഞാൻ തിരുവനന്തപുരത്ത് കൽപ്പന ഡോക്ടറെ കണ്ടിട്ട് കുട്ടികളെ പോയി കഴിഞ്ഞ ഒരു 2 മാസം മുന്നേ കൊണ്ടുപോയിട്ട് അവർക്ക് ഈ ജീൻ ടെസ്റ്റ് നടത്തിയിട്ട് റിപ്പോർട്ട് വാങ്ങിയിട്ടുണ്ടായി. അപ്പൊ കൽപ്പന ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ മാഡത്തിനെ കാണണമെന്ന് പറഞ്ഞ് കോഴിക്കോട് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് കുട്ടികളെ കൊണ്ടുപോകേണ്ട ഈ റിപ്പോർട്ടുമായിട്ട് പോയി കാണണമെന്ന് പറഞ്ഞ ശേഷം ലോക്ക്ഡൌൺ ആയിട്ട് കാണാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ ഇരിക്കുന്നത്. 2 കുട്ടികൾ സെയിം SMAയിലുള്ളവരാണ്. അപ്പൊ ടെസ്റ്റിന് ഡോക്ടർ അത് പറഞ്ഞു SMA തന്നെയാണെന്ന്. നേരത്തെ നമ്മള് മറ്റേ നിംഹാൻസിൽ മസിൽ ബയോപ്സി ചെയ്തതാണ് വളരെ മുമ്പ്. ഇപ്പൊ ഇത് അടുത്താണ്. ഇപ്പൊ ഇത് ജീൻ ടെസ്റ്റ് കൂടി നിർബന്ധമായിട്ടും വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ അത് തിരുവനന്തപുരത്ത് നിന്ന് ചെയ്യിച്ചത്. അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം മാഡത്തിനെ കാണാനായിട്ട് കോഴിക്കോട് എത്താൻ പറ്റിയിട്ടില്ല, ലോക്ക്ഡൌൺ ആക്കി ആയതുകൊണ്ട് പോരാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ മാത്രം വന്നാണെങ്കിലും ഈ റിസൾട്ട് കാണിക്കണം എന്നാണ് എന്നോട് അവിടുന്ന് പറഞ്ഞത്. ഓക്കെ. സോ നമ്മൾ ആക്ച്വലി ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് എനിക്കൊന്ന് 2 കുട്ടികളെ ഒന്ന് നേരിട്ട് കാണുന്നത്, ഫസ്റ്റ് വിസിറ്റ് എപ്പോഴും നേരിട്ട് കാണുന്നത് നല്ലതായിരിക്കും. മെയിൻലി ബിക്കോസ് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓവറോൾ അസസ്മെന്റ് കുട്ടികളുടെ ആവശ്യമുണ്ട്. ഇപ്പോഴത്തെ കഴിവുകൾ എങ്ങനെയാണ് കുട്ടികളുടെ, ഇവരുടെ കഴിവുകൾ ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. സോ നമ്മൾ ബികോമിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ 3rd ഇയർ ആണ്. പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് കോളേജിൽ കൊണ്ടുപോയി ആക്കും. ക്ലാസ് ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പൊ ഓൺലൈൻ ക്ലാസ് കൊണ്ട് വീട്ടിൽ തന്നെ ക്ലാസ് ആണ്. മറ്റേ രണ്ടാമത്തെ ആൾ പെൺകുട്ടിയാണ്. അവള് 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അത് ഈ ലോക്ക്ഡൌൺ പീരീഡിൽ മാത്രം സ്കൂളിൽ പോയിട്ടില്ല എന്നുള്ളൂ. മറ്റുള്ള സമയങ്ങളിൽ കോളേജിലും സ്കൂളിലും നമ്മൾ കൊണ്ടുപോയി ബെഞ്ചിൽ ഇരുത്തി അവിടെ ഒരു വീൽ ചെയർ വെച്ചിട്ടുണ്ട്. ആ വീൽ ചെയറിലാക്കി കൊടുക്കുകയാണ്. വൈകുന്നേരം തിരിച്ച് അതുപോലെ തന്നെ കൊണ്ടുവരാണ്. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഠിക്കാൻ കുഴപ്പമില്ല. ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ എങ്ങനെയാ കുട്ടികളുടെ? ഫിസിയോതെറാപ്പി ഇപ്പൊ ഇത്ര വലുതായതിനു ശേഷം നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല. നേരത്തെ ഞങ്ങൾ വീട്ടിലും ഡോക്ടർ കാണിച്ചു തന്ന രീതി അനുസരിച്ച് വീട്ടിൽ സ്വയം ചെയ്തുകൊണ്ടിരിക്കാറുണ്ട്. പക്ഷെ ഫുൾ ടൈം അതിന്റെ പുറകെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ കുറെ ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. സോ അതുകൊണ്ട് ഒന്ന് എനിക്ക് കാണണമെന്ന് പറഞ്ഞായിരുന്നു. മെയിൻലി ബിക്കോസ് ഇപ്പോൾ മസിൽസിൽ മറ്റേ ടെൻഡൻസിലൊക്കെ വല്ല കൺട്രാക്ചേഴ്സ് വന്നിട്ടുണ്ടോ, സ്പൈനും സ്ക്രീൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. ബിക്കോസ് ഇവർ 20 ഇയേഴ്സ് 13 ഇയേഴ്സ് ഉള്ളത് കൊണ്ട് സ്പൈൻ ഒന്ന് നോക്കേണ്ടി വരും. സ്കോലിയോസിസ് പലതും പ്രോഗ്രസ് ആവുന്നുണ്ടോ, എങ്ങനെയാ ഉള്ളത്. പിന്നെ കുട്ടികളുടെ സ്ലീപ്പ് സ്റ്റഡി ഒന്ന് വേണ്ടി വരും. സോ ഇതൊക്കെ നമുക്ക് വേണം. ആൻഡ് കുട്ടികൾ ഏത് ടൈപ്പ് ഓഫ് SMA ആണ്, ജനറ്റിക് റിപ്പോർട്ട് എക്സാക്ട്ലി എന്താണ്, ഇതെല്ലാം കൂടെ ഒന്ന് നോക്കേണ്ട രീതിയായിട്ടുണ്ടാവും. ഫസ്റ്റ് വിസിറ്റ് ആക്ച്വലി ഐ വുഡ് അഡ്വൈസ് ദാറ്റ് ഒന്ന് നേരിട്ട് കാണുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം പതുക്കെ എനിക്ക് കാണിച്ചാൽ മതിയാവും. 6 മാസം കൂടുമ്പോഴാണ് ഞാൻ ഒരു SMA കുട്ടിയെ കാണാറുള്ളത് ഫ്രീക്വന്റ് ആയിട്ട്. ശരി. അപ്പൊ ഇനി തൊട്ടടുത്ത വിളിച്ച് ബുക്ക് ചെയ്തിട്ട് അവിടെ ഞാൻ ഒരു നമ്പർ ഞാൻ ഈ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യാം. സോ നമ്മളിവിടെ ആസ്റ്റർ തന്നെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മെയിൻലി SMA കുട്ടികൾക്കും മസ്കുലർ ഡിസ്ട്രോഫി ഉള്ള കുട്ടികൾക്കും അവർക്ക് എല്ലാവർക്കും കൂടിയിട്ടാണ്. സോ അതിനൊരു കോൺടാക്ട് നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം. സോ ദാറ്റ് അതിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു മസ്കുലർ ക്ലിനിക് ഉള്ള ദിവസം വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് എല്ലാ ഡോക്ടേഴ്സും മൾട്ടി ഡിസിപ്ലിനറി ആൾക്കാർക്കും സെപ്പറേറ്റ് കൺസൾട്ടേഷൻ ഫീസിന്റെ ആവശ്യം ഉണ്ടാവില്ല. ആൻഡ് ഇപ്പൊ ബ്ലഡ് ടെസ്റ്റും ഒക്കെ ചെയ്യണമെങ്കിലും എല്ലാം ഒരു സബ്സിഡൈസ്ഡ് റേറ്റിലായിരിക്കും. കൂടുതൽ പൈസ ചെലവാവില്ല. അത് മറ്റേ കോഴിക്കോട് കോഴിക്കോട് മിംസ് തന്നെയാണ്. സോ ഞാനിത് എൻഡ് ഓഫ് ദ സെഷൻ ആ നമ്പർ ഒന്ന് ഷെയർ ചെയ്യാം. കൃഷ്ണകുമാർ സാർ ഒന്ന് ഫോർവേഡ് ചെയ്താൽ മതി ഗ്രൂപ്പിലോട്ട് സോ ദാറ്റ് എല്ലാവർക്കും ഒന്ന് ഹെൽപ്പ് ആവുന്നതാണ്. നോട്ട് ഓൺലി ഫോർ SMA, മസ്കുലർ ഡിസ്ട്രോഫി, അതർ മസ്കുലർ കണ്ടീഷൻസ് ഉള്ള എല്ലാ കുട്ടികൾക്കും അത് ബെനിഫിറ്റ്. അതൊരു വലിയൊരു ഉപകാരമായിരിക്കും. പ്രത്യേകിച്ചും നമുക്ക് മലബാർ റീജിയനിൽ പലപ്പോഴും ആളുകൾ മംഗലാപുരത്തൊക്കെ പോയി തന്നെ ടെസ്റ്റ് ചെയ്യുന്ന അവസ്ഥയുണ്ട്. അന്നേരം അതൊന്ന് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ ഞാൻ അതിനോട് ശ്രമിക്കാം അടുത്ത നമ്പർ അനുസരിച്ച്.
മാഡം ഒരു ക്വസ്റ്റ്യൻ എനിക്ക് വന്നത് നമ്മുടെ 34 വയസ്സുള്ള മസ്കുലർ SMA ഉള്ള അശ്വനാണ്. മാഡം ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും, ഞങ്ങളുടെ വൈസ് ചെയർമാനായ കൃഷ്ണകുമാർ PS എന്ന് പറഞ്ഞാണ്. അന്നേരം അദ്ദേഹത്തിന് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ആഹാരം കഴിക്കുമ്പം ഇറക്കാനായിട്ട് സ്വാലോയിങ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. അന്നേരം അത് ഈ ഏജിന്റെ പാർട്ടാണോ, അത് എന്താണ് എന്തെങ്കിലും ചെയ്യാം? രണ്ട് പോസിബിലിറ്റി ഉണ്ട്. SMA ആൾക്കാർക്ക് കുറച്ചും കൂടെ വയസ്സാവുന്ന സമയത്ത് ഈ പാർട്ട്, ഈ ഒരു ജോയിന്റ് ഉണ്ടാവും, മാൻഡിബുലർ ജോയിന്റ്, അവിടെ ചില ഫൈബ്രോസിസ് വരുന്നതാണ്. സെക്കൻഡ് തിങ്, സ്വാലോയിങ് ഡിഫിക്കൽട്ടീസ് പുതിയതായിട്ട് സെറ്റിംഗ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് ഒരു സ്വാലോയിങ് സ്റ്റഡി ഒന്ന് ചെയ്യണം, ബുദ്ധിമുട്ടുണ്ടോ ഇല്ലേ നോക്കിയിട്ട്. എന്നിട്ട് അതിനനുസരിച്ചിട്ടായിരിക്കും ഇന്റർവെൻഷൻ കാര്യങ്ങൾ വേണ്ടി വരിക. ഓക്കെ. മാം, ഞാനാണ് മുഹമ്മദാണ്. എക്സ്ക്യൂസ് മീ ചേട്ടാ, മാം ഇത് എനിക്കൊരു 18 തൊട്ടേ ഉള്ളൊരു പ്രശ്നമാണ് ഈ സാലോവിങ് ഇഷ്യൂ. അപ്പം നമുക്ക് എന്തെങ്കിലും ഡ്രഗ്സ് എന്തെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് സ്വാലോയിങ് ഫസ്റ്റ് നമുക്കൊന്ന് നോക്കണം എത്രത്തോളം ഡിഫിക്കൽട്ടി ഉള്ളതെന്ന്. അതർവൈസ് വാട്ട് വി ആക്ച്വലി ഡു ഫോർ യങ്ങർ ചിൽഡ്രൻ, ബിക്കോസ് pediatric consultant ആണ്. So with the pediatric experience, what we usually do is swallowing study ചെയ്യുന്നതാണ്. എന്നിട്ട് ലാൻസോൾ പറഞ്ഞ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ഉണ്ടാവും. ലാൻസോപ്രസോൾ, പാൻറ്റോപ്രസോൾ പറഞ്ഞിട്ട്. സോ അങ്ങനത്തെ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് റെഗുലർ ആയിട്ടൊന്ന് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആവുന്നതാണ്. ആൻഡ് സ്വാലോയിങ് തെറാപ്പി മേ ബി വേണ്ടി വരുന്നതായിരിക്കും. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ സ്വാലോയിങ് തെറാപ്പി ഒക്കെ കൊടുക്കാറുള്ളതാണ്. ഫോർ അഡൾട്ട്സ് ഞാൻ അഡൾട്ട്സിന്റെയും ഒരു ഒപ്പീനിയൻ എടുക്കേണ്ടി വരും നിങ്ങളെ കാണുന്ന സമയത്ത്. ഓക്കെ, താങ്ക് യു. ഹലോ മാഡം. പറയൂ സർ. ഹലോ മാഡം. ഇത് പവിത്രനാണ്, കാസർഗോഡിന്. പറയൂ സർ. പിന്നെ ഞാൻ 54 ഏജിലെ SMA ടൈപ്പ് 3 ആണ് മാഡം. ഞാൻ സാറിനെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ, നമ്മൾ സ്പിൻറാസിക്ക് വരുമ്പോൾ. പറയൂ സർ. ഇപ്പൊ നമ്മള് പിടിച്ചിട്ട് നടക്കാൻ പറ്റുന്നുണ്ട് മാഡം. പിന്നെ സ്റ്റെപ്പ് കയറാനെല്ലാം ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഈ ഓർത്തോട്ടിക് ഒരു ഹിപ്പിന്റെ അതെല്ലാം പറയുന്നുണ്ടായി ഇന്നലെ ഒരു മീറ്റിംഗിൽ. അത് അത്രമാത്രം നമുക്ക് പ്രയോജനപ്പെടും. മുട്ടിന് ചെയ്യാൻ വേണ്ടിയിട്ട് മുട്ടിന്റെ ഹിപ്പിനെല്ലാം. ഐ തിങ്ക് ഓർത്തോട്ടിക്സ് ചിലപ്പോൾ ബെനിഫിറ്റ് ആവാൻ സാധ്യതയുണ്ട് സർ. വാട്ട് ഐ വുഡ് ഐഡിയലി സജസ്റ്റ് യു ഇസ് ഒരു നല്ലൊരു ഫിസിയോതെറപ്പിസ്റ്റ് അല്ല, ഫിസിയാട്രിസ്റ്റ് ആണ്. അവര് ഒന്ന് കണ്ടാൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. ഫിസിയാട്രിസ്റ്റ് ആണ് നിങ്ങൾക്ക് ആക്ച്വൽ ഡെസിഷൻ തരാറുള്ളത് ഓർത്തോട്ടിക് കൊണ്ട് എത്ര ബെനിഫിറ്റ് ഉണ്ടാവും ആൻഡ് കോസ്റ്റ് എത്ര വരും ഓർത്തോട്ടിക്കിനുള്ളതെന്നാണ്. ബിക്കോസ് ഐ ഫീൽ ദാറ്റ് ഓർത്തോട്ടിക് സാർ ഇവിടെ വിസിറ്റിംഗ് ഒരു ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ ബബീഷ് എന്നാണ് സാറിന്റെ പേര്. ഫിസിയാട്രിസ്റ്റ് ആണ് സാർ. CMC വെല്ലൂരിൽ ട്രെയിൻ ആയ ഫിസിയാട്രിസ്റ്റ് ആണ്. സോ സാറിനെ ഒന്ന് കാണിക്കേണ്ടത് നല്ലതായിരിക്കും സർ. അവര് എല്ലാ വെള്ളിയാഴ്ച വയനാട്ടിൽ നിന്ന് ഇവിടെ വരുന്നതായിരിക്കും. ആസ്റ്റർ വയനാട്ടിലാണ് സാർ ഉള്ളത്, ബട്ട് എല്ലാ വെള്ളിയാഴ്ച കോഴിക്കോട് വരുന്നുണ്ട്. കണ്ണൂരിലില്ല സർ, കണ്ണൂർ സാർ വരുന്നില്ല. അവരെ കൺസൾട്ട് ചെയ്താൽ കുറച്ചുകൂടി യെസ്, ബേസിക്കലി സാറിന് മൊബിലിറ്റി ഡിവൈസസ് കുറച്ചും കൂടെ അവർ ബെറ്റർ ആയിട്ട് പറഞ്ഞു തരുന്നതാണ് എന്തൊക്കെ ഹെൽപ്പ് ആവും എന്നുള്ളത്. അത് പിന്നെ മുട്ടിനും ഈ ഹിപ്പിനുമാണ് വിലക്കുറവുള്ളത്. അതുകൊണ്ട് സ്ട്രെങ്തനിങ് ഒന്ന് മുട്ടിന്റെയും ഹിപ്പിന്റെയും കുറച്ചൊരു സ്ട്രെങ്തനിങ്ങും പിന്നെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഡിവൈസസും ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നമ്മളെ ഒരു മറ്റൊരു ബ്രദർ കൂടി ഉണ്ട്. അറിയാം സർ, പറയൂ സർ. പക്ഷെ മാഡം നമ്മള് പിന്നെ ഈ ഗവൺമെന്റ് സർവീസിൽ ഇല്ല ആളാണ് സാറേ. നമുക്ക് ഈ പിന്നെ മരുന്നിന് വേണ്ടി സാർ ഞാൻ ഒന്ന് ഇടപെടുകയാണ്. നമുക്ക് വേറെ കുറെ ക്വസ്റ്റ്യൻസും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അന്നേരം നമുക്ക് അതിലേക്ക് പോവാം. മാഡം, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, നമുക്കിപ്പം സോൾജൻസ്മയും റെസ്റ്റിപ്ലമും ഒക്കെ നമ്മൾ ഇപ്പൊ യൂസ് ചെയ്തവരിൽ എന്തുമാത്രം ഇംപ്രൂവ്മെന്റ് എന്നുള്ളത് കുറച്ചുകൂടെ ഒന്ന് വിശദീകരിക്കാമോ? കാരണം പലപ്പോഴും അതൊരു കൺഫ്യൂഷൻ ഉണ്ട് ആളുകളിൽ. ഐ അഗ്രി. ബിക്കോസ് എനിക്കിപ്പോൾ പേരൻസിനായിട്ട് ഒരാളുടെ അടുത്ത് കൗൺസിൽ ചെയ്യുമ്പോഴും ഈവൻ ഐ ടെൽ ദം the only difference that I have seen risdiplamനും സോൾഗൻസ്മാനും പറഞ്ഞ റിസ്ഡിപ്ലാം നമുക്ക് ഡെയിലി കൊടുക്കുന്ന ഒരു മരുന്നാണ്. സോൾഗൻസ്മ പറഞ്ഞത് സിംഗിൾ ടൈം ഇൻഫ്യൂഷൻ ആണ്. അതിന്റെ കോസ്റ്റ് നോക്കാൻ പോയാൽ ഓൾമോസ്റ്റ് സെയിം കോസ്റ്റ് തന്നെ ആയിരിക്കുള്ളൂ. ത്രൂ ഔട്ട് ലൈഫ് എന്ന് നോക്കാൻ പോയാൽ ഓൾമോസ്റ്റ് ഒരു സെയിം കോസ്റ്റ് ആണ് ആയിരിക്കും.
പ്ലസ് വൺ തിങ് ഇസ് ജീൻ തെറപ്പി കൊടുത്ത ഒരു കുട്ടിക്കും റിസ്ഡിപ്ലാം കൊടുത്ത ഒരു കുട്ടിക്കും മേജറായിട്ട് വലിയൊരു ഇത്, അതായത് വൺ ഡ്രഗ് സുപ്പീരിയർ ടു ദ അതർ എന്ന് പറയാനുള്ള രീതിയിലോട്ട് എത്തിയിട്ടില്ല. ഇപ്പൊ ഞാൻ റിസ്ഡിപ്ലാം കൊടുത്ത ഒരു കുട്ടി 7 കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ 2 കുട്ടികളെ എനിക്ക് നേരത്തെ കൊടുക്കാൻ പറ്റി. അതായത് കുട്ടികൾ ഒരു 2 വയസ്സ് 2.5 വയസ്സുള്ള പ്രായമുള്ളപ്പോൾ തന്നെ കൊടുക്കാൻ പറ്റിയായിരുന്നു. അപ്പൊ ഈ 2 കുട്ടികളും കഴുത്തും പോലും ഉറക്കാത്തൊരു കുട്ടിയായിരുന്നു. 2 കുട്ടികളുടെ കഴുത്തുറച്ചിട്ടുണ്ട്. പിടിച്ചിരുത്തിയാൽ കുട്ടികൾ ഇരിക്കുന്നുണ്ട്. ആൻഡ് ആ ഒരു സപ്പോർട്ടും കാര്യങ്ങൾ, ഒരു നീലിംഗ് ഡൗൺ പൊസിഷനിലോട്ട് ഒരു കുട്ടി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു മുട്ടിൽ നിൽക്കുന്ന ഒരു പൊസിഷനിലോട്ട് ഒരു കുട്ടി എത്തിയിട്ടുണ്ട്. ചെറിയ സെക്കൻഡ്സ് നിൽക്കുന്ന രീതിയിലായിട്ട്. ഇവർ ടൈപ്പ് 1 കുട്ടികൾ ഈ രീതിയിലോട്ട് അവർ ഇംപ്രൂവ് ആയിട്ടുണ്ട്. റിസ്ഡിപ്ലാം കൊടുക്കുന്ന കുട്ടികളാണ്. അപ്പൊ ഇവിടെ സ്കോറിംഗ് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ സ്റ്റാർട്ടിങ് HFMSE പറഞ്ഞൊരു സ്കോറിംഗ് 0 ആയിരുന്നു കുട്ടികൾക്ക്. അത് ഒരു 7 points ഇൻക്രീസ് ആണ് ഞാൻ കണ്ടിട്ടുള്ളത്. Okay, this is about Risdiplam. Second thing is about gene therapy. അപ്പോൾ നിങ്ങളുടെ ഈസി ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഒരു ടൈപ്പ് 1 കുട്ടി പെട്ടെന്ന്, അതായത് ഒരു 3 വയസ്സിന് മുമ്പ് ഈ ഒരു മരുന്ന് കിട്ടുമ്പോൾ കുട്ടി ബിഹേവ് ചെയ്യുന്നത് ടൈപ്പ് 2 SMA പോലെ ഉള്ള രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ഉള്ളത് ജീൻ തെറപ്പി. ജീൻ തെറപ്പി കൊടുത്തിരിക്കുന്ന 4 കുട്ടികളുണ്ട്. സോ ആദ്യത്തെ കുട്ടി ഞാൻ കൊടുത്തത് ഒക്ടോബർ 2020 ആ കുട്ടി ടൈപ്പ് 1C വെറൈറ്റി ഉള്ള കുട്ടിയാണ്. അപ്പൊ ആ കുട്ടിക്ക് കഴുത്ത് ശരിക്കും ഉറച്ചിട്ടുണ്ടായിരുന്നില്ല. പിടിച്ചിരുത്തിയാൽ ഇങ്ങനെ സ്റ്റൂപ്പ് ആയിട്ടുള്ള പൊസിഷനിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ ആ കുട്ടിക്ക് ഓൾമോസ്റ്റ് ഒരു 9 മാസം ആയിട്ടുണ്ട് ജീൻ തെറപ്പി കൊടുത്തിട്ട്. ഇപ്പോഴത്തെ അബിലിറ്റി പറയുമ്പോൾ കഴുത്ത് കുറച്ചും കൂടെ സ്റ്റഡി ആയിട്ടുണ്ട്. നന്നായി പിടിച്ചിരുത്തിയാൽ ഇരിക്കുന്നുണ്ട്. കൈ ഇത്രത്തോളം പൊക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ കാല് കുറച്ച് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇതാണ് ജീൻ തെറപ്പി കൊടുത്തിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ്. ദാറ്റ് ഈസ് ഷി വാസ് ബിഹേവിംഗ് ലൈക്ക് എ ടൈപ്പ് 1C വെറൈറ്റി. ഈ കുട്ടി ഇപ്പോൾ ടൈപ്പ് 2 SMA കുറച്ചും കൂടെ ബെറ്റർ ആയ ഒരു ടൈപ്പ് 2 SMA രീതിയിലാണ് കുട്ടി ഇപ്പോൾ കാണുന്നത്. ഇതാണ് നമ്മൾ രണ്ടും കൊടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ. സോ വൺ ഡ്രഗ് ഇസ് സുപ്പീരിയർ ടു ദ അതർ എന്ന് പറയാൻ പറ്റില്ല. സൈഡ് ഇഫക്റ്റ് പ്രൊഫൈൽ നോക്കുമ്പോൾ റിസ്ഡിപ്ലാം സൈഡ് ഇഫക്റ്റ് കുറവുള്ള മരുന്നാണ്. പ്രൊലോങ്ഡ് ആയിട്ടുള്ള ലിവറിന്റെ ഫംഗ്ഷൻ ആൻഡ് ബിക്കോസ് ജീൻ തെറപ്പി പറയുന്നത് നമ്മളുടെ ജീൻ ഓൾട്ടർ ചെയ്യുന്ന ഒരു സംഭവമാണ്. സോ അതിന്റെ സ്റ്റഡീസും കാര്യങ്ങളും ഒരു 5 വർഷം മാക്സിമം ഒരു 7 വർഷത്തിന് സ്റ്റഡീസേ ഉള്ളൂ. അപ്പോൾ ഭാവിയിലോട്ട് ഈ ജീൻ തെറപ്പി കൊടുത്ത കുട്ടികളുടെ ഒക്കെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ആർക്കും ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. ബട്ട് ടെക്നിക്കലി നോക്കാൻ പോയാൽ there are many scary things about gene therapy also. But if somebody is getting through a compassionate use basis എന്ന് പറയുമ്പോൾ ഓക്കെ, കമ്പാഷനേറ്റ് യൂസ് ബേസിസിൽ കിട്ടി, നല്ലതാണ്. അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും രീതിയിൽ ഒരു ഇംപ്രൂവ്മെന്റ് നമുക്ക് കാണാന്നുള്ള രീതിയിൽ നമുക്ക് പേരൻസ് ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്, കുട്ടിക്ക് കൊടുക്കേണ്ടതെന്നല്ലാതെ പൈസ കൊടുത്ത് മേടിക്കുമ്പോൾ ഐ ആം ആക്ച്വലി സ്കെയർഡ് അബൌട്ട് gene therapy. So this is fact. I have to directly be very frank with you all. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിനെക്കുറിച്ച്. ഞങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഈ അടുത്തിടയ്ക്ക് വന്നതാണ്, പ്രത്യേകിച്ചും റിസ്ഡിപ്ലാമിനെ കുറിച്ചാണ്. ഒരു 15 വയസ്സുള്ള കുട്ടിയാണ്. ആ കുട്ടി തന്നെയാണ് എന്നെ വിളിച്ചത്. അന്നേരം ചോദിച്ചു, ഞാൻ ഏത് ഡോക്ടറെ കാണണം, റിസ്ഡിപ്ലാം ഇന്ത്യയിൽ വന്നു എന്നറിയാം, അന്നേരം അത് എങ്ങനെയാണ് നമുക്ക് കിട്ടുക, അന്നേരം അതിന് ഏതൊക്കെ ഹോസ്പിറ്റലായിരിക്കാം നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതെന്നൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. ഓക്കെ. സോ സിമ്പിൾ തിങ് ഇസ് റിസ്ഡിപ്ലാമിന്റെ പ്രിസ്ക്രിപ്ഷൻ ഏതൊരു പീഡിയാട്രീഷ്യൻ അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ജെനറ്റിസിസ്റ്റ് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇന്ത്യയിൽ ഇരിക്കുന്ന ആര് വേണമെങ്കിൽ കൊടുക്കാം. ബിക്കോസ് ഇറ്റ് ഇസ് എ DCGI അപ്രൂവ്ഡ് ഡ്രഗ് ആണ്. സോ ദാറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം. ദ പ്രോബ്ലം ഇസ് നോട്ട് വിത്ത് ദ പ്രിസ്ക്രിപ്ഷൻ. ദ പ്രോബ്ലം ഇസ് റിസ്ഡിപ്ലാം നിങ്ങളെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എങ്ങനെയാ ഉള്ളത് റിസ്ഡിപ്ലാം എടുക്കാൻ. സോ ESI സ്കീമുള്ള ആൾക്കാർക്ക് ഐ തിങ്ക് ദർ ഇസ് സം പ്രൊവിഷൻ വിച്ച് ഹാസ് ബീൻ മെയ്ഡ് വിത്ത് ദ ഗവൺമെന്റ്. അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ റിസ്ഡിപ്ലാം കിട്ടാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അല്ലാത്ത ആൾക്കാർക്കാണ് ബുദ്ധിമുട്ട് വരുന്നത്. സോ മെയിൻലി ബിക്കോസ് ഇപ്പൊ ഏതൊരു ക്രൗഡ് ഫണ്ടിങ് പ്ലാറ്റ്ഫോമിലോട്ട് പോയാലും എവിടെ പോയാലും നമുക്ക് സപ്പോർട്ട് തരുന്നത് 2 കൊല്ലം 3 കൊല്ലം വരെ ഉണ്ടാവും. ബട്ട് അതിന് ശേഷം ഹൗ ആർ വി ഗോയിങ് ടു സസ്റ്റെയിൻ ഇറ്റ്? ഇപ്പോഴത്തെ ഒരു എൻതൂസിയാസമിലെ എല്ലാ പേരൻസും റിസ്ഡിപ്ലാമിന്റെ പ്രിസ്ക്രിപ്ഷൻ മേടിച്ചിങ്ങനെ പോകുന്നുണ്ട്. ബട്ട് ഐ ആം സ്കെയർഡ് ദാറ്റ് ഈ ലൈഫ് ലോങ് നമുക്ക് ഈ കുട്ടികളുടെ മരുന്നും കാര്യങ്ങളും എങ്ങനെയാണ് നമ്മൾ സസ്റ്റെയിൻ ചെയ്യാൻ പോകുന്നതാണ് നമുക്കിപ്പോൾ ഒരു ചോദ്യം മുന്നോട്ടുള്ളത്. സോ ദാറ്റ് ഈസ് ദ റീസൺ വൈ വി ആർ ഓൾസോ ഫൈറ്റിംഗ് വിത്ത് ദ ഗവൺമെന്റ്, ഫൈറ്റിംഗ് വിത്ത് മൾട്ടിപ്പിൾ തിങ്സ്, സോ ദാറ്റ് അറ്റ്ലീസ്റ്റ് ഒരു സ്കീമിലോട്ട് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുവന്നാൽ ഒരു പാർട്ട് ഓഫ് ദ കോസ്റ്റ് എങ്കിലും എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പാർട്ട് പേരൻസോട്ട് കുറച്ചും കൂടെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ്. സോ എനി ഡോക്ടർ ക്യാൻ ഗിവ് എ പ്രിസ്ക്രിപ്ഷൻ ഫോർ റിസ്ഡിപ്ലാം. ഈ ഡോക്ടർ തന്നെ വേണമെന്നൊന്നുമില്ല. ഓക്കെ, നമുക്ക് 1-2 ക്വസ്റ്റ്യൻ കൂടെ എടുക്കാൻ സമയമുണ്ടോ മാഡം? ഓ ഷുവർ ഗോ അഹെഡ്, നോ പ്രോബ്ലം. വേറെ ആർക്കാ ക്വസ്റ്റ്യൻ ഉള്ളത് ചോദിക്കാം? ഹലോ പറയൂ മാം. എൻ്റെ പേര് രഞ്ജി എന്നാണ്. എനിക്കിപ്പോ
32 വയസ്സുണ്ട്. എനിക്കിപ്പോ ഭയങ്കര വേദനയാണ്. എന്ന് വെച്ചാൽ എവിടെയൊക്കെയാണ് വേദന എന്ന് എനിക്ക് പറയാൻ പോലും വയ്യ. എന്ന് വെച്ചാ നടുവിന് ഈ 2 വശം ഇടുപ്പ്, പിന്നെ എനിക്കറിയാൻ വയ്യ. അനങ്ങുമ്പോ പോലും വേദനയാണ്. ചരിഞ്ഞ് നടക്കുമ്പോഴ്, എഴുന്നേറ്റ് ഇരുന്ന് ഒരു 2-3 സെക്കൻഡ് ഭയങ്കര പെയിനാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോ അതങ്ങ് മാറി. ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഇരിക്കാം. വീണ്ടും കിടക്കുമ്പോ പിന്നെയും കുറേ സമയം കിടന്നു കഴിഞ്ഞാലും വേദനയാണ്. പെട്ടെന്ന് ചരിഞ്ഞില്ലെങ്കിൽ ഭയങ്കര ഇതാണ്. എനിക്ക് സഹിക്കാൻ വയ്യ. എന്തെങ്കിലും ഒരു പെയിൻ കില്ലർ കഴിച്ചാണ് ഇപ്പൊ ഇരിക്കുന്നത്. പെയിൻ കില്ലർ അല്ല, നിങ്ങൾക്ക് മോസ്റ്റ്ലി സംഭവിക്കുന്നത് കാൽഷ്യം ബിസ്ഫോസ്ഫോനേറ്റ്സ് ഇതിന്റെ കുറവായിരിക്കും ഉണ്ടാവുന്നത്. അതിന്റെ കൊണ്ടാണ് നിങ്ങൾക്ക് വേദന കാര്യങ്ങൾ കൂടുതലായിട്ടുള്ളത്. നിങ്ങൾക്ക് ഐഡിയലി കാണേണ്ടത് എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടറിനെ ആയിരിക്കും. അപ്പോൾ അവര് നിങ്ങളുടെ ബോണിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് കാൽഷ്യം സപ്ലിമെന്റേഷൻ, വിറ്റമിൻ ഡി സപ്ലിമെന്റേഷൻ, അതല്ലാതെ ബിസ്ഫോസ്ഫോനേറ്റ്സ് പറയുന്ന സോളിൻഡ്രോണിക് ആസിഡിന്റെ ഇഞ്ചക്ഷനും കാര്യങ്ങളാണ് വേണ്ടി വരിക. ഇത് കൊടുത്താലായിരിക്കും ഈ വേദനയും കാര്യങ്ങളും ഒന്ന് കുറഞ്ഞു കിട്ടുക. ബിക്കോസ് നമ്മൾ പെയിൻ കില്ലേഴ്സ് മാത്രം കഴിച്ചിട്ട് വേദന കുറയുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഉള്ളത്. അപ്പോ നിങ്ങൾ എവിടെയാ താമസിക്കുന്നത്, എവിടെയാ ഉള്ളത്? ഞാൻ തിരുവനന്തപുരം, കിളിമാനൂർ. ട്രിവാൻഡ്രം. അപ്പോൾ ട്രിവാൻഡ്രം ആണെങ്കിൽ കിംസിൽ തന്നെ കാണിച്ചോളൂ. കിംസിലുള്ള എൻഡോക്രൈനോളജിസ്റ്റ് ആരെങ്കിലും ഒരാളെ ഫസ്റ്റ് ഒന്ന് കണ്ടിട്ട് അവരടുത്ത് പറഞ്ഞാൽ മതി. ഇതുപോലെ ബോൺ സ്കാൻ ഐഡിയലി അഡ്വൈസബിൾ ആണ് ബോൺ സ്കാൻ ചെയ്യാൻ. ഡെക്സാ സ്കാൻ പറഞ്ഞ് ബോൺ സ്കാൻ ആണ് ചെയ്യിക്കാറുള്ളത്. സോ അതിലാണ് നമ്മളുടെ ബോൺസിന്റെ ശക്തി കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നത്. അതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ബാക്കിയുള്ള മരുന്നുകളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യേണ്ട കൊടുക്കാൻ. മാം, ഞാൻ ചിത്രയിലായിരുന്നു ചെക്കപ്പ് ഒക്കെ കുഴപ്പമില്ല. ചെയ്തിട്ടുള്ളത്. ചിത്രയില് കാണിക്കണമെങ്കിൽ ഒന്ന് ശ്രുതി മാമിനെ തന്നെ കാണിച്ചോളൂ. അവിടെ ഡോക്ടർ ശ്രുതി ഉണ്ട് അവിടെ. ഡോക്ടർ ശ്രുതി മാഡത്തിനെ ഒന്ന് കാണിക്കൂ അവിടെ. മാഡം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നിങ്ങളെ. ശരി. ഹലോ, കേൾക്കാമോ? ഹലോ, പറയൂ മാം. ഗുഡ് ഈവനിങ് മാം. ഞാൻ എന്റെ മകന്റെ കാര്യമാണ് ചോദിക്കുന്നത്. കുട്ടി 21 വയസ്സായി. ഇപ്പം ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ് ചെയ്തിട്ടുള്ളത്. CMC വെല്ലൂരിന്ന് ഒരു ഡോക്ടർ വിവേക് മാത്യു. അപ്പോ അതില് അവര് ഡയഗ്നോസ് ചെയ്തിരിക്കുന്നത് ഡിസ്റ്റൽ SMA type 5 GARS അസോസിയേറ്റഡ്, അങ്ങനെയാണ് ഒരു ഡയഗ്നോസിസ് തന്നിട്ടുള്ളത്. പിന്നെ കൂടാതെ ജനറ്റിക് സ്റ്റഡീസ് നമ്മള് ഗംഗാറാം ഹോസ്പിറ്റൽ അവിടേക്ക് ഡൽഹിയിലേക്ക് അയച്ചിട്ട് അതില് CMTI HSMN അങ്ങനെ എന്തിന്റെയോ ഡോസേജ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതില് നോ ഡെലീഷൻ ഓർ ഡ്യൂപ്ലിക്കേഷൻ ഇൻ എനി ഓഫ് ദ എക്സോൺസ് ഡിറ്റക്റ്റഡ് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഒരു റിപ്പോർട്ട്. അപ്പൊ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താന്ന് വെച്ചാ ഇപ്പം ഫസ്റ്റ് ഇയാൾക്ക് സ്റ്റാർട്ട് ചെയ്ത് റൈറ്റ് ഹാൻഡ്, പിന്നെ അത് പ്രോഗ്രസ് ചെയ്ത് ലെഫ്റ്റ് ഹാൻഡ്, ഇപ്പൊ ലെഫ്റ്റ് ലെഗ്, ദെൻ റൈറ്റ് ലെഗ്. ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ റൈറ്റ് ലെഗ് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും വാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലെഫ്റ്റ് ലെഗിലെ ബ്രേസസ് ഉണ്ട്. എല്ലാ ഫിംഗേഴ്സും അടങ്ങിയിരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് സ്റ്റാറ്റസ്. അപ്പൊ നമുക്കൊരു പ്രോപ്പർ ഒരു ഡയഗ്നോസിസിന് ഒരു ജനറ്റിക് സ്റ്റഡി ചെയ്യാനായിട്ട് ആരെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? ഒന്ന്, ഇപ്പോഴുള്ള ഈ അവൈലബിൾ മെഡിക്കേഷൻസ് കൊണ്ട് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ഇദ്ദേഹത്തിന് കിട്ടുമോ? എങ്ങനെയാണ് നമ്മൾ ഇനി ഒരു പോണ്ട ഒരു വഴി എന്താണെന്ന് മനസ്സിലാക്കി തന്നാൽ ഉപകാരമായി. ഓക്കെ, സോ ഫസ്റ്റ് വേണ്ടത് കുട്ടിയുടെ ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ്. സോ ക്ലിനിക്കൽ ഡയഗ്നോസ് അവർ അവിടെ നിന്ന് ചെയ്തിട്ടുണ്ട്, ബട്ട് നമുക്കത് ജനറ്റിക് കൺഫർമേഷൻ വേണ്ടി വരും. സോ ദേ ഹാവ് ഡൺ കോമൺ ആയിട്ടുള്ള ജനറ്റിക് ജീനിന്റെ ഡിലീഷനും ഡ്യൂപ്ലിക്കേഷനും ഒക്കെയാണ് അവർ അവിടുന്ന് ഗംഗാറാമിന് ചെക്ക് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഐഡിയലി കുട്ടിയെ മോനെ കാണിക്കേണ്ടത് ജനറ്റിസിസ്റ്റിന്റെ അടുത്തായിരിക്കും കാണിക്കേണ്ടത്. നിങ്ങൾ എവിടെയാ താമസിക്കുന്നത്? ഹലോ, തൃശ്ശൂരാണ് ഉള്ളത്. തൃശ്ശൂരാണ്. കേൾക്കുന്നുണ്ട്. തൃശ്ശൂർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പമായിട്ടുണ്ടാവുക. കാലിക്കറ്റിൽ വരുന്നതാണ് എളുപ്പം ഉണ്ടാവുക. സോ കാലിക്കറ്റിലാണെങ്കിൽ ഇവിടെ ഡോക്ടർ ദിവ്യ പച്ചാത്ത് പറഞ്ഞ് ക്ലിനിക്കൽ ജനറ്റിസിസ്റ്റ് ഉള്ളതാണ് മിംസിൽ തന്നെ. സോ മാഡത്തിന് ഫസ്റ്റ് ഒന്ന് ബുക്ക് ചെയ്ത് അവർക്ക് ഒന്ന് കാണിക്കും. സോ ഫസ്റ്റ് തിങ് നമുക്ക് ജനറ്റിക് ഡയഗ്നോസിസ് എന്തായാലും വേണ്ടി വരും. ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ഡിസീസ് മോഡിഫയിങ് തെറാപ്പി, അതായത് അസുഖത്തിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള തെറാപ്പിയും കാര്യങ്ങളും നമുക്ക് ജനറ്റിക് ഡയഗ്നോസിസ് ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ജനറ്റിക് ഡയഗ്നോസിസ് ആണ്. രണ്ടാമത്തെ രീതിയിൽ കൊച്ചിനെ ഒന്ന് കണ്ടതിന് ശേഷം ട്രീറ്റ്മെന്റ് രീതിയിൽ വല്ല മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ എന്നുള്ളത് എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ദിവ്യ മാഡത്തിന്റെ നമ്പർ അവൈലബിൾ ആയിരിക്കും മിംസ് കോഴിക്കോട്. ഞാൻ പറഞ്ഞു ഐ ജസ്റ്റ് ഷെയർ ദാറ്റ് കോമൺ നമ്പർ ടു യു ഓൾ, സോ ദാറ്റ് ആ നമ്പർ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ക്വയറീസും അതിൽ പറയാൻ പറ്റുന്നതായിരിക്കും. കുഴപ്പമുണ്ടാവില്ല. ഓക്കെ മാഡം,
Thank you Okay, so much. so that number will be available from morning 10 o'clock till evening 5 o'clock. So ഏത് വിധത്തിലെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം Okay. അതിലോട്ടൊന്ന് വിളിച്ചോളൂ. Okay. Thank you. മാം ഞാന് പിന്നെ മലപ്പുറത്ത് നിന്നാണ്. പറയൂ. കേൾക്കുന്നുണ്ടോ മേഡം? കേൾക്കുന്നുണ്ട് പറയൂ. അപ്പൊ എന്റെ മോന് 14 വയസ്സായിട്ടുണ്ട്. മസ്കുലർ ഡിസ്ട്രോഫിയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ രാത്രി കിടക്കുമ്പോഴൊക്കെ ഭയങ്കര വേദന പറയുന്നുണ്ട്. അങ്ങോട്ട് കടുത്ത് ഇങ്ങോട്ട് ചെരിച്ച് കടുത്ത് അങ്ങനെ കടക്കുമ്പോഴാണ് അധികം ഈ പ്രശ്നം പറയുന്നത്. മോനും കാൽഷ്യത്തിന്റെ വിറ്റമിൻ ഡി കുറവൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. മോന് വിറ്റമിൻ ഡി കാൽഷ്യം ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇപ്പൊ അടുത്തൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ ഒന്ന് ചെയ്യേണ്ട ആവശ്യമുണ്ട്. മലപ്പുറം ആണെങ്കിൽ ഒന്ന് കോഴിക്കോട് വന്ന് കാണിച്ചോളൂ. ഞാൻ അടുത്ത ആഴ്ച ഉണ്ടാവില്ല. എനിക്ക് ഓഗസ്റ്റ് 30 ശേഷം ഒരു ദിവസം വന്ന് കാണിച്ചോളൂ. ശരി മാഡം, താങ്ക് യു. മാം ക്ലിനിക്കില് മാം അസ്നയുടെ അമ്മയാണ്. മാം ക്ലിനിക്കില് വരുമ്പോ നമ്മള് അവിടെ ഇപ്പൊ നിക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ മോൾക്ക് സ്ലീപ്പ് സ്റ്റഡി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുമ്പേ പറഞ്ഞതാണ് മാം, ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് എല്ലാം കണ്ടിട്ട് പോരാൻ പറ്റും. ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഇപ്പൊ ക്ലിനിക്കുള്ള തലേനാളിനുള്ള സ്ലീപ്പ് സ്റ്റഡി ബുക്ക് ചെയ്തോളൂ, അല്ലെങ്കിൽ ക്ലിനിക്കിന്റെ ആ ദിവസം രാത്രിയുള്ള സ്ലീപ്പ് സ്റ്റഡി ബുക്ക് ചെയ്തോളൂ. തലേനാൾ ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും റൂം ഉണ്ടാവും, താമസിക്കാൻ പറ്റും അവിടെ. സോ സ്ലീപ്പ് സ്റ്റഡി കഴിഞ്ഞ് അടുത്ത ദിവസം എന്നെയും കണ്ടിട്ട് ബാക്കി എല്ലാ ഡോക്ടേഴ്സിനും വിസിറ്റ് എല്ലാം കഴിഞ്ഞിട്ട് അന്ന് നിങ്ങൾക്ക് മടങ്ങാൻ പറ്റുന്നതായിരിക്കും. അല്ലെങ്കിൽ ആ ദിവസം മൊത്തം ഫ്രൈഡേ വന്നിട്ട് എല്ലാം ഡോക്ടേഴ്സിനെ എല്ലാം കാണിച്ചിട്ട് അന്ന് രാത്രി സ്ലീപ്പ് സ്റ്റഡി ചെയ്തിട്ട് അടുത്ത ദിവസം രാവിലെ മുടങ്ങാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, വാസുദേവൻ സാറിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സാർ ഒന്ന് ചോദിക്കുമോ? മുമ്പേ എന്തോ ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അതെ, ക്വസ്റ്റ്യൻ മുഴുവൻ കേട്ട് വെച്ചപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. കാരണം ഞാൻ ടൈപ്പ് 3% ഉണ്ടല്ലോ, SMA ടൈപ്പ് 3. അപ്പൊ അതിന് ജനറ്റിക് ടെസ്റ്റ് മസ്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. അത് ക്ലിയർ ആയി. വേണം സർ, ജനറ്റിക് ടെസ്റ്റ് മസ്റ്റ് ആണ്. സാർ ട്രീറ്റ്മെന്റ് വല്ലതും ഭാവിയിൽ ഉദ്ദേശിക്കണമെങ്കിൽ നമുക്ക് ജനറ്റിക് ടെസ്റ്റ് ഉണ്ടെങ്കിലേ നമുക്ക് ട്രീറ്റ്മെന്റും കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, ഇപ്പൊ സാറിന്റെ മസ്കുലർ അട്രോഫി ആണെങ്കിലും ഐ ടോൾഡ് യു നോ സംടൈംസ് മസ്കുലർ ഡിസ്ട്രോഫി ആൻഡ് അട്രോഫി ക്യാൻ ബി വെരി മച്ച് കൺഫ്യൂസിംഗ് വിത്ത് ഈച്ച് അതർ. കുറെ മസ്കുലർ ഡിസ്ട്രോഫി പറഞ്ഞ് 17-18 വയസ്സ് വരെ ഇങ്ങനെ നടന്നു പോകുന്ന ആൾക്കാരുണ്ട്. സഡൻലി ഐ എം സീയിങ് ദം ദാറ്റ് ഇസ് നോട്ട് മസ്കുലർ ഡിസ്ട്രോഫി, ഇറ്റ് ഇസ് സ്പൈനോമസ്കുലർ അട്രോഫി. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വരാറുണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ കുറെ കാലത്തിലായിട്ട് സ്പൈനോമസ്കുലർ അട്രോഫി ആണ് പറഞ്ഞിട്ട് കുറെ പേഷ്യൻസ് പോകുന്നുണ്ട്, അവർ ഡിസ്ട്രോഫി ആയിട്ട് മാറുന്നുണ്ട്. സോ ജനറ്റിക് ഡയഗ്നോസിസ് ഇസ് എ മാൻഡേറ്ററി തിങ് ആണ്. ബിക്കോസ് നമ്മളുടെ ഫ്യൂച്ചറും കാര്യങ്ങളും എങ്ങനെയാ പോകുന്നത്, വല്ല മാറ്റങ്ങൾ വരുന്നുണ്ടോ, ട്രീറ്റ്മെന്റ് വല്ലതുമുണ്ടോ എല്ലാം അറിയാൻ വേണ്ടി നമുക്കത് മാൻഡേറ്ററി ആണ്. ഓക്കെ, താങ്ക് യു. മാഡം, വേറൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചാറ്റിൽ വന്നിരിക്കുന്നതാണ്. റിസ്ഡിപ്ലാം കുറച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് വെച്ച് ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തുമാത്രം റിസ്ക് ഉണ്ട്, എന്തായിരിക്കും? ആവുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ 7 കുട്ടികൾക്ക് കൊടുത്തത് കമ്പാഷനേറ്റ് യൂസ് ബേസിസിലാണ്. അപ്പൊ അവര് കമ്പനി ആൾക്കാർ ഇത് ഡ്രഗ് ഷിപ്പ് ചെയ്യുന്നതാണ്. സപ്പോസ് ഏതോ ഒരു കാരണം വെച്ചാൽ, കോവിഡ് വെച്ചാൽ ഇപ്പൊ 15 ദിവസം ഷിപ്മെന്റ് ഡിലേ ആയി. അപ്പൊ 15 ഡേയ്സിന് ആ കുട്ടി മരുന്നില്ല. അങ്ങനെ എനിക്ക് 2 കുട്ടികൾക്ക് അങ്ങനെ എത്തിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് കിട്ടിയ ചെറിയ ചെറിയ കഴിവുകളും ബാക്കോട്ട് പോയിട്ടുണ്ടായിരുന്നു 15 ഡേയ്സ് കൊണ്ട്. അതായത് ഒരു കുട്ടിയുടെ സ്വാലോയിങ് ഇംപ്രൂവ് ആയിട്ടുണ്ടായിരുന്നു, 15 ഡേയ്സ് കൊണ്ട് സ്വാലോയിങ് പിന്നെയും ബാക്ക് ടു സ്ക്വയർ 1 ആയി മാറിയിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ഇസ് ദ റീസൺ വൈ ഐ എം എക്സ്ട്രീംലി കൺസേൺഡ് അബൌട്ട് പീപ്പിൾ പർച്ചേസിംഗ് ഡ്രഗ് ഓൺലി നൗ വിതൗട്ട് തിങ്കിങ് അബൌട്ട് ദ ഫ്യൂച്ചർ. ഓക്കെ, അന്നേരം ഞങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വേറെ ഒരു ഓഫ് ടോപ്പിക് ആണ്. നമ്മൾ ഇനിയിപ്പോ പ്രത്യേകിച്ചും ഞങ്ങളെ കൂട്ടുള്ള ഓർഗനൈസേഷന് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് റിസ്ഡിപ്ലാമിലാണോ? കാരണം ഇത് എങ്ങനെ കോസ്റ്റ് കുറച്ച്, ഫോർ എക്സാമ്പിൾ ഇപ്പം സ്പിൻട്രാസ് തന്നെ ആദ്യം വന്നപ്പോൾ ഉള്ള കോസ്റ്റിനെക്കാട്ടിലും നമുക്ക് വളരെ ഇതിൽ കുറച്ച് കൊണ്ടുവരാൻ ഇപ്പൊ കുറവുണ്ടെന്ന് പറയുന്നു. അന്നേരം അതുപോലെ നമുക്ക് ട്രൈ ചെയ്യാൻ ഫോക്കസ് ചെയ്യേണ്ടത് റിസ്ഡിപ്ലാം ആയിരിക്കണോ? See, it is not that ഈ ഡ്രഗിലോട്ട് നമുക്ക് ഫോക്കസ് ചെയ്യണം എന്നുള്ളതല്ല, ബട്ട് the only drug that is available for us in our country DCGI approve ഉള്ളത് റിസ്ഡിപ്ലാം ആണ്. That way I can just tell okay for it. But I'm again and again stressing the most important fact that drug is not everything. Multidisciplinary approach, right? Yes. Because ഇപ്പൊ കുറെ ആൾക്കാര് ഫിസിയോതെറാപ്പി കുറച്ച് വയസ്സ് വരെ കൊടുത്ത്, ഐ അണ്ടർസ്റ്റാൻഡ് ആസ് എ പേരന്റ്, ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡ്. ഒരു കാലഘട്ടം കഴിയുമ്പോൾ നമുക്കും റെഗുലർ ആയിട്ടുള്ള ഫിസിയോതെറാപ്പി, കുട്ടികൾ ബിസി ആവുന്നുണ്ട്, സ്കൂളിൽ പോകുന്നുണ്ട്, കോളേജിൽ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ അവർക്കും ഒരു മടി വരുന്നുണ്ട് ഫിസിയോതെറാപ്പി കണ്ടിന്യൂ ചെയ്യാൻ. ഓർത്തോട്ടിക് സപ്പോർട്ടിന് ഒരു മടി വരുന്നുണ്ട്, സ്കോളിയോട്ടിക് ബെൽറ്റ് ഇടാൻ ഒരു മടി വരുന്നുണ്ട്. ഇതെല്ലാം പ്രശ്നങ്ങളാണ്. ഇപ്പൊ നമ്മള് പേരൻസ് ആയിട്ട് മൊത്തം ഈ ഒരു ഡ്രഗിന്റെ ബാക്കോട്ട് നടക്കുമ്പോൾ
ഈ ഒരു കഴിവുകളെല്ലാം നമ്മൾ വി ആർ നോട്ട് തിങ്കിങ് മച്ച് അബൌട്ട് ഇറ്റ്. സോ ദിസ് ഇസ് ദ പ്രാക്ടിക്കൽ സിറ്റുവേഷൻ. അപ്പൊ അതുകൊണ്ട് അതെല്ലാം നമുക്ക് ഇവിടെ പ്രധാനമാണെന്നൊന്ന് മാത്രം എനിക്ക് സ്ട്രെസ് ചെയ്യേണ്ടുള്ളൂ ഇവിടെ. ഓക്കെ, അതെ. ഞങ്ങളിപ്പോ ഞങ്ങളിപ്പം ഒരിടം എന്നുള്ള ഒരു ഡ്രീം പ്രോജക്റ്റിലേക്ക് ഞങ്ങൾ ഞങ്ങൾ അതിലേക്ക് പോകണം. അന്നേരം അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് അവിടെ കിട്ടണം. കാരണം അവിടെ നമ്മൾ എത്തുന്ന അവിടെയുള്ള മെമ്പേഴ്സിനെല്ലാം ഈ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചിലൂടെ, കാരണം ഏതൊക്കെ മെഡിസിൻ വന്നു കഴിഞ്ഞാലും നമുക്ക് ഒരു കംപ്ലീറ്റ്ലി ഈ ഡിസീസ് ഒന്നും തന്നെ മാറ്റാൻ പറ്റില്ലല്ലോ. അന്നേരം മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചിൽ തന്നെയാണ്. അന്നേരം because somebody was asking me, I think in the chat box, an older patient ഡിപ്ലോമ കൊടുക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത്. സോ എൻ്റെ അടുത്ത് ഒരു 15 വയസ്സൊരു കുട്ടിയുണ്ട്. സോ കുട്ടിക്ക് ഓൾറെഡി ഇപ്പൊ അവന്റെ അബിലിറ്റി പറയുമ്പോൾ അവന് വീൽ ചെയറിലോട്ട് ഇരിക്കാൻ പറ്റുന്നതാണ്. കഴുത്തിന്റെ അബിലിറ്റിയും പോലും ലോസ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു. സോ ഡിപ്ലോം കൊടുത്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 1 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ അവന്റെ അബിലിറ്റി എന്ന് പറയുമ്പോൾ കഴുത്ത് കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആയിട്ടുണ്ട്. കൈയിന്റെ ഇപ്പോൾ കുട്ടി സ്കൂളിലൊക്കെ പോകുന്നത് കൊണ്ട് കൈയിന്റെ ഫൈൻ മൂവ്മെന്റ്സ് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ഒരു മൂവ്മെന്റിന് ഹെൽപ്പ് ആയിട്ടുണ്ട്. സ്വാലോയിങ് ഇംപ്രൂവ് ആയിട്ടുണ്ട്. വെയിറ്റ് ഗെയിൻ ഉണ്ട്. This is what is the expected result. So one thing I want to again and again stress the fact that the drugs are not miraculous. ഓക്കെ, ഒരു മിറാക്കിൾ സംഭവിക്കുന്നുള്ളത് അല്ല മരുന്ന് കൊണ്ട്. ബട്ട് ഉള്ള ചെറിയ ചെറിയ കഴിവുകൾ കിട്ടുന്നത് യെസ് പോസിബിൾ ആണ് മരുന്ന് കൊണ്ട്. ഉള്ള കഴിവുകൾ നഷ്ടപ്പെടാതെ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് മരുന്ന് കൊണ്ട്. ഹലോ മാം, എൻ്റെ പേര് അമ്മ, 23 വയസ്സുണ്ട്. പറയൂ. SMA Part 1 ആണ് ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട് ചെയ്തിരുന്നത്. സോ കറന്റ്ലി ഇവിടെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ബോൺ പെയിൻ ഉണ്ട്. ഞാനൊരു സ്റ്റുഡന്റ് ആണ്. സോ എനിക്ക് മോർ ദാൻ 6 to 7 hours ലാബ് കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിക്കേണ്ടത് കൊണ്ടും എനിക്ക് ബോഡി പെയിൻ, ബോണുകളിന് പെയിൻ ഉണ്ട്. എന്റെ വെയിറ്റ് കൂടുന്നുണ്ട്. മറ്റ് സ്റ്റൊമക്കിന് ഇഷ്യൂസ് ഉണ്ട്. കൺട്രോളിങ് അല്ലാത്ത കുറെ ഇഷ്യൂസ് എല്ലാം വരുന്നുണ്ട്. സോ അപ്പൊ കറന്റ്ലി മെഡിസിൻ ഒന്നും യൂസ് ചെയ്യല്ല. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് അപ്പൊ ഇനി എന്താ ഡോക്ടറാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് വേണ്ടത് അഗൈൻ യുവർ കാൽഷ്യം, മാം യു ആർ മ്യൂട്ടഡ്. ഹലോ, നോ I'm not in mute. Can you hear me? Yeah, okay. നിങ്ങൾക്ക് മെയിൻ ആയിട്ട് വേണ്ടത്, ഇഫ് യു ആർ നോട്ട് ടേക്കിംഗ് കാൽഷ്യം സപ്ലിമെന്റേഷൻ, കാൽഷ്യം വിറ്റമിൻ ഡി സപ്ലിമെന്റേഷൻ മസ്റ്റ് ആണ്. യു നീഡ് ഫിസിയോതെറാപ്പി ബിക്കോസ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് യു നീഡ് ഫിസിയോതെറാപ്പി ഫോർ ദാറ്റ്. ആൻഡ് ദ നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് നിങ്ങളുടെ സ്പൈനിന്റെ സിറ്റുവേഷൻ ഇപ്പൊ എന്താണെന്നൊന്നും അസസ് ചെയ്യേണ്ടി വരും. ആർ യു ഡെവലപ്പിംഗ് എനി സ്കോളിയോസിസ്? സ്പൈൻ കെയർ എങ്ങനെയാ ഉള്ളത്? ബിക്കോസ് ദാറ്റ് ക്യാൻ ഓൾസോ ആഡ് ടു എ ലോട്ട് ഓഫ് പെയിൻ. അപ്പോൾ സ്പൈൻ ഒന്ന് അസസ് ചെയ്യേണ്ടി വരും. ആൻഡ് വൺ മോർ തിങ് ഐ ജസ്റ്റ് വാണ്ടഡ് ടു സ്ട്രെസ്, നിങ്ങൾക്ക് ആ സോളിൻഡ്രോണേറ്റ് ഇഞ്ചക്ഷൻ ഒക്കെ കൊടുത്തിട്ടില്ലെങ്കിൽ അത് വേണ്ടി വരുന്നതായിരിക്കും. And your weight also has to come down because SMA ഉള്ള ആൾക്കാർക്ക് weight gain is not a very happy thing about, because നമുക്ക് physical activity restrict ആയതുകൊണ്ട് you need to have a control on the weight. I know it is very difficult. കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം റെഗുലർ ആയിട്ട് കഴിക്കുന്നതായിരിക്കും. ബട്ട് നമുക്ക് കുറച്ചൊരു ഭക്ഷണ രീതിയിൽ ചെറിയൊരു റെസ്ട്രിക്ഷൻ വേണ്ടി വരും. മോർ ഓഫ് ലീഫി വെജിറ്റബിൾസ്, ലെസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, ആ രീതിയിലോട്ട് മാറ്റേണ്ടി വരും. അരി ഭക്ഷണം കുറച്ച്, ഓട്സ്, മില്ലറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടി വരും. മേഡം ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത്. കേൾക്കുന്നുണ്ടോ മേഡം? കേൾക്കുന്നുണ്ട്, പറയൂ. ഞാൻ അഭിനവ് എന്ന് പറഞ്ഞ കുട്ടിയുടെ അമ്മയാണ്. 12 വയസ്സാണ് മോന്. അപ്പൊ മോനിപ്പോ ബെക്കർ മസ്കുലർ ഡിസ്ട്രോഫി ആണെന്നാ പറയണത്. അപ്പൊ ഞങ്ങക്ക് 2 കൊല്ലത്തോളായിട്ട് മോനെ കോവിഡിന്റെ പ്രശ്നം കാരണം ബാംഗ്ലൂരിലാണ് കാണിക്കല്. അപ്പൊ അവിടെ കാണിക്കാൻ പറ്റാറില്ല. അപ്പൊ ഇപ്പൊ മോന് ഭയങ്കര വേദനകൾ പറയുന്നുണ്ട്. പിന്നെ പഠിക്കാൻ പോലും ആള് കടന്നിട്ടാണ് പഠിക്കുള്ളൂ. ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരുപാട് നേരം ഇരിക്കാൻ കൂട്ടാക്കണില്ല. അപ്പൊ അതിന്റെ ഒരു മോനെ കാണിക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. വെയ്തർ നിങ്ങൾ എൻ്റെ അടുത്ത് കാണിക്കണമെങ്കിലും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് ബാംഗ്ലൂർ ചെന്ന് കാണിക്കണമെങ്കിലും കുഴപ്പമില്ല. മെയിൻലി ബിക്കോസ് ഈസ് ഹാവിംഗ് ലോട്ട് ഓഫ് ബോൺ പെയിൻ. ഐ തിങ്ക് ദ ബോൺ ഹെൽത്ത് ഇസ് സംതിങ് വിച്ച് ഹാസ് ടു ബി സ്ട്രെസ്ഡ് അപ്പോൺ ഇൻ ദിസ് ഗ്രൂപ്പ്. ബിക്കോസ് നമ്മൾ കുറേ ആൾക്കാർ കുറേ പെയിൻസ് ആണ് ഇവിടെ കംപ്ലൈന്റ് ആയിട്ട് മെജോറിറ്റി ആയിട്ട് പറയുന്നത്. ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു ആർ ആക്ച്വലി ടേക്കിംഗ് റെഗുലർ കാൽഷ്യം സപ്ലിമെന്റേഷൻ, വൈറ്റമിൻ ഡി സപ്ലിമെന്റേഷൻ. അതെല്ലാം വളരെ മാൻഡേറ്ററി ആണ് ഇവിടെ. Okay, and the second thing is even if the 6 and 7 years and above kidney നമുക്ക് DEXA സ്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ബോൺ ഹെൽത്ത് മോശമാണെങ്കിൽ നമുക്ക് സോളിൻഡ്രോണേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട ആവശ്യമായിട്ട് ഉണ്ടാവും.
മോന് ആദ്യം ജനറ്റിക് ടെസ്റ്റ് നടത്തിയപ്പോ DMD ആണെന്നാണ് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആൻ മാഡത്തിനെ കാണിച്ചപ്പോഴാണ് മോന് ബെക്കർ മസ്കുലർ ഡിസ്ട്രോഫി ആണെന്ന് പറഞ്ഞത്. DMD-യും BMD-യും ജീന് ഒന്ന് തന്നെയാണ്. ജസ്റ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ ഏജ് ഓഫ് പ്രസന്റേഷൻ കുട്ടി ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ രീതിയിലോട്ട് നോക്കിയിട്ടാണ് നമ്മളത് DMD ആണോ അല്ലെങ്കിൽ ബെക്കർ ആണോ എന്നുള്ളത് പറയാൻ പറ്റുക. ഇറ്റ് ഇസ് മോർ ഓഫ് എ ക്ലിനിക്കൽ ഡയഗ്നോസ് ആണ്. ജീന് സെയിം ആയിരിക്കും. അപ്പോ മോന് വൈസ്ലോൺ കൊടുത്തിരുന്നു. അപ്പൊ ഞങ്ങൾ ഈ 2 കൊല്ലത്തോളായിട്ട് ഇപ്പൊ വൈസ്ലോൺ കുറച്ച് കൊടുന്നിട്ട് ഇപ്പൊ കൊടുക്കണില്ല. അപ്പൊ ആള് പെട്ടെന്ന് ഇങ്ങോട്ട് ഒന്ന് മെലിഞ്ഞു. പക്ഷെ തൂക്കമൊക്കെ ഉണ്ട്. തൂക്കം 48 കിലോനോളം ഉണ്ട്. പക്ഷെ ആള് തടി പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രശ്നം വല്ലതും. മോനെ ഒന്ന് കാണണം കേട്ടോ. 2 കൊല്ലായിട്ടല്ലേ കണ്ടിട്ട്. മാമിനെ കാണിച്ചാലും കുഴപ്പമുണ്ടാവില്ല. മാമിനെ കാണിക്കുന്നതായിരിക്കും നല്ലത്. ഞങ്ങൾക്കിപ്പോ കോഴിക്കോട് വരെ സൗകര്യം ഉണ്ടാവുക. കാരണം ഇപ്പൊ ഈ കോവിഡ് കഴിയാതെ കുഴപ്പമില്ല. നോ പ്രോബ്ലം. ആഴ്ചയിൽ ഏത് ദിവസം ഉണ്ടാവുക മാഡം? ഞാൻ പറയാം നമ്പർ ഞാൻ ഷെയർ ചെയ്യാം. ഒന്ന് അവരായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. കൊടുത്താൽ മതി. യാ ഷുവർ. സർ ഞാൻ നമ്പർ ഒന്ന് പറയാം. ഒന്ന് നോട്ട് ചെയ്യാൻ പറ്റുമോ? നോട്ട് ചെയ്യാം. അത് നടത്തത്തിനനുസരിച്ചിട്ടാണ് മാറ്റുക. ഒരു മിനിറ്റ് സർ. ഓക്കെ. $96 33 88 9 777. Yeah. ഒരു ക്വസ്റ്റ്യൻ കൂടെ ആരോ ചോദിക്കുന്നു. ഓ ഷുവർ. ചോദിക്കൂ. ഹലോ. പറയൂ. ഞാൻ മലപ്പുറം കോഴിക്കോടിന്റെ ബോർഡറിലാണ്. അപ്പോ എനിക്ക് സംശയം, ഞാൻ 30 വർഷം മുമ്പ് ഇത് ചെയ്തതാണ്. അന്ന് അതായത് അത് മാറാൻ സാധ്യതയുണ്ട്. അതായത് ഞാൻ ബെക്കർ മസ്കുലർ ഡിസ്ട്രോഫി ആണ് അറിയപ്പെട്ടത്. അന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ നോക്കിയപ്പോ ബെക്കർ മസ്കുലർ ഡിസ്ട്രോഫി ആണ് പറഞ്ഞത്. അപ്പൊ അത് മാറാനുള്ള സാധ്യത വല്ലതും ഉണ്ടോ? അത് ആക്ച്വലി മാറൂല്ല സർ. I have to be very frank and direct with you. അത് ഇതെല്ലാം അസുഖം കംപ്ലീറ്റ് ആയിട്ട് മാറാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ എന്ന് തന്നെ പറയാൻ പറ്റും. ബട്ട് നമുക്ക് ത്രൂ ഔട്ട് അവർ ലൈഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വി ആർ ഓൾ ഹെൽപ്പിംഗ് യു ഔട്ട്. ബിക്കോസ് കുറേ പ്രശ്നങ്ങൾ നമ്മളെല്ലാവരും കണ്ടുവരുന്നതാണ്. ദറ്റ് ഇസ് പറഞ്ഞതുപോലെ ബോൺ പെയിൻസ്, വാക്കിംഗ് അബിലിറ്റീസ്, ഓർത്തോട്ടിക് സപ്പോർട്ട്, ഫിസിയോതെറാപ്പി, ഇതെല്ലാം. സോ കംപ്ലീറ്റ് ആയിട്ട് ഏതൊരു അസുഖവും മാറാൻ ബുദ്ധിമുട്ടായിരിക്കും, എസ്പെഷ്യലി ഓൾ ദീസ് ന്യൂറോമസ്കുലർ കണ്ടീഷൻസ്. ബട്ട് വി ക്യാൻ മേക്ക് യുവർ ലൈഫ് ബെറ്റർ. ദറ്റ് ഇസ് വാട്ട് വി ആർ ട്രൈങ് ടു ഡു. അല്ല സാറ്, അതല്ല ഞാൻ ചോദിക്കുക. അതായത് ഇതല്ല ബെക്കർ ടൈപ്പ് അല്ലാതെ അത് ആ ബെക്കർ ടൈപ്പ് വേറെ ഏതെങ്കിലും ഇതിലേക്ക് പോകുമെന്ന് എനിക്ക് അത്രയും പഴക്കമുള്ളത് കൊണ്ടേ. ഇത്ര 30 വർഷമായി ഞാൻ നോക്കിയിട്ട്. മാഡം അഹമ്മദ് കുട്ടിക്ക് ഞാൻ പറയാമല്ലോ, നമ്മൾ ഇതിലെ ലക്കിയസ്റ്റ് ആയിട്ടുള്ള ആളുകളാണെന്ന് കൺസിഡർ ചെയ്യുകയാണ്. ഇപ്പൊ ഞാൻ 43 വയസ്സായി, ബെക്കറാണ്. ബെക്കർ ആയതുകൊണ്ട് നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം നമുക്ക് ഇതിനെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അന്നേരം നമ്മൾ ഇതില് ഹാപ്പി ആയിട്ടിരിക്കുക, അതോ ചെയ്യാൻ പറ്റുള്ളൂ. മാം, ഞാൻ തിരൂരിൽ നിന്നാണ്. പറയൂ മാം. എൻ്റെ മോനക്ക് വേണ്ടിയിട്ടാണ്. മോനിപ്പോ 14 വയസ്സായി. ഞാനവിടെ അസ്റ്റർ മിംസിലായിരുന്നു കാണിച്ചിരുന്നത്. ചെറുതില് പീഡിയാട്രിസ്റ്റ് പ്രീത മാഡത്തിനായിരുന്നു കാണിച്ചിരുന്നത്. അങ്ങനെ ഒന്ന് ഡയഗ്നോസിസ് ചെയ്തിട്ടാണ് എനിക്ക് DMD ആണെന്നാണ് അവിടെ നിന്ന് പറഞ്ഞ റിസൾട്ടില് കിട്ടിയത്. ഇപ്പൊ കുഴപ്പമില്ല. അവന്റെ ആവശ്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നുണ്ട്. പിന്നെ ഞാനിപ്പോ ചോദിക്കണ, എനിക്കിപ്പോ ചെറിയൊരു കുട്ടിയുണ്ട്, മോന് ബോയിയാണ്. അപ്പോ മൂത്ത കുട്ടിക്ക് അങ്ങനെ ഉള്ളത് കാരണം രണ്ടാമത്തെ കൊച്ചിനും അങ്ങനെ വരുമോ എന്നുള്ളൊരു ഡൗട്ട്. അതൊന്ന് മൂത്ത കുട്ടിക്ക് എത്രാമത്തെ വയസ്സിലായിരുന്നു ബുദ്ധിമുട്ടുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്? അതെനിക്ക് അവനിങ്ങനെ പിടിച്ചു നടക്കുന്ന ടൈമിൽ തന്നെ ഒരു സ്ലോ, മറ്റുള്ള കുട്ടികളിൽ നിന്നൊക്കെ സ്ലോ പോലെ തോന്നിയപ്പോ അവിടെ കാണിക്കൽ തുടങ്ങി. അന്ന്
പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഒരു 7 വയസ്സായപ്പോഴാണ് ഇങ്ങനെ ഡോക്ടർ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തു നോക്കാന്ന് പറഞ്ഞപ്പോ DMD എന്നുള്ളത് അറിഞ്ഞത്. ഓക്കെ. രണ്ടാമത്തെ കുട്ടിക്ക് എത്ര വയസ്സായപ്പോ? വയസ്സായിട്ടില്ല, 29 ദിവസമായിട്ടുള്ളൂ ഞാൻ പ്രസവിച്ച്. ഈ രണ്ടാമത്തെ കുട്ടിക്ക് പ്രീ ജനറ്റിക് കൗൺസിലിംഗ് ഒന്നും ചെയ്തിട്ടില്ല? പ്രീനേറ്റൽ, അതായത് ഗർഭിണിയായി ഉള്ളപ്പോ തന്നെ വയറ്റിന്ന് വെള്ളം എടുത്ത് പരിശോധിക്കുന്ന ടെസ്റ്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ല, ഞാൻ അവിടെ പിന്നെ നിങ്ങളിപ്പോ പറഞ്ഞല്ലോ വേറൊരു ഡോക്ടറെ, ദിവ്യ. ദിവ്യ പെച്ചാട്ട്, അവിടെ ഡോക്ടർ വന്ന് കണ്ടിരുന്നു. അപ്പൊ കുറച്ച് ടൈം വൈകിയിരുന്നേ. അപ്പോ പിന്നൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അത് ഫസ്റ്റിലെ 13 ആഴ്ചക്കുള്ളില് ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നല്ലോ. അപ്പൊ കുറച്ച് ടൈം ഒന്ന് കൊച്ചിനെ ഒന്ന് കാണിക്കാൻ പറ്റോ? ഡോക്ടറോടെ കോഴിക്കോട് മിംസിലോ? കോഴിക്കോട് മിംസിലാണ്. ഞാൻ നമ്പർ തന്നിട്ടുണ്ട് കേട്ടോ, ഷെയർ ചെയ്തിട്ടുണ്ട് ചാറ്റിൽ. നമ്പർ എടുത്തോളൂ ചാറ്റ് ബോക്സിൽ നിന്ന്, ഒന്ന് വന്ന് കാണിച്ചോളൂ. ഞാൻ കോഴിക്കോട് മിംസ് തന്നെ, പ്രീത മാഡം, ഞാൻ സെയിം ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. മാഡം, അന്നേരം ഓൾറെഡി 5 o'clock ആയി. അന്നേരം ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കളക്ട് ചെയ്തിട്ട് മാഡത്തിന് അയച്ചു തരാം. അന്നേരം സമയം പോലെ ഒന്ന് ആൻസർ ചെയ്ത് തന്നാൽ മതി. അന്നേരം ഒരു ക്വസ്റ്റ്യൻ മാഡം SMA ബേസ് ചെയ്തല്ല, നമ്മുടെ കൂടെയുള്ള LGMD നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് 100-നടുത്ത് മെമ്പേഴ്സും ഉണ്ട്. അന്നേരം അവർക്ക് വേണ്ടി എന്തെങ്കിലും മെഡിക്കൽ സൈഡ് ഇപ്പോഴും നമുക്ക് റിസർച്ചുകളൊന്നും ഉള്ളതായിട്ട് നമുക്ക് കേൾക്കുന്നില്ല. എന്തെങ്കിലും പുതിയ എന്തെങ്കിലും ഹോപ്പ് വരുന്നുണ്ടോ? ഡ്രഗ്സ് ആയിട്ട് ഇപ്പൊ ഇതുവരെ ഒന്നും ഇല്ല സർ. ആക്ച്വലി എന്റെ കേട്ട അറിവിലും വായിച്ച അറിവിലും അത്ര പുതിയ ഡ്രഗ്സും മെഡിക്കേഷൻസ് ഒന്നും ഇല്ല. ബട്ട് സപ്പോർട്ടീവ് കെയർ ഇസ് ഡെഫിനറ്റ്ലി റിക്വയർഡ് LGMD ആൾക്കാർക്ക്. എനിക്കും കുറെ ഇവിടെ LGMD പേഷ്യൻസ് ഉണ്ട്. സോ ജസ്റ്റ് എ സ്മോൾ ഡൗട്ട്, ഇപ്പോ ഒരു ന്യൂലി ഡയഗ്നോസ്ഡ് DMD കൊച്ച് എൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ can I give your number to them and you can help them out for other things? Yeah, definitely. Okay, or just because new diagnosed patients ഉള്ളപ്പോ അവർക്കുള്ള ഡൗട്ടും കാര്യങ്ങളും ഇനിയൊരു പേഷ്യൻസ് അല്ലെങ്കിൽ അതിന് അറിയുന്ന ഒരു ആളായിട്ട്, other than doctor, if somebody else tells them something ഞങ്ങൾ എപ്പോഴും ചെയ്യുന്ന ഒരു ഡോക്ടേഴ്സിനും പേഷ്യൻസിനും ഇടയിലുള്ള ഒരു സപ്പോർട്ട് ഗ്രൂപ്പായിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. പിന്നെ അവർക്ക് വേണ്ട സോഷ്യൽ കാര്യങ്ങളും പിന്നെ പറഞ്ഞതുപോലെ ഒത്തിരി സപ്പോർട്ട് കാര്യങ്ങൾ നമ്മൾ വളരെയധികം പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രയാൺ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഒക്കെ ഉണ്ട്. അന്നേരം പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അന്നേരം നമ്പർ കൊടുത്തോളൂ. ഓക്കെ സർ, ഷുവർ. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. അന്നേരം നമ്മൾ ഇതിന്റെ ഓൾമോസ്റ്റ് മാഡം പറഞ്ഞതിലും കൂടുതൽ സമയം നമ്മൾ എടുത്തു. വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷനാണ്. അന്നേരം ഞങ്ങൾ കൂടുതൽ ഈ മസ്കുലർ ഡിസ്ട്രോഫിക്കാരെയും സ്പൈനൽ മസ്കുലർക്കാരെയും എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് മൈൻഡ് ഒരു യാത്ര ഇപ്പൊ 4 വർഷമായി നമ്മൾ തുടങ്ങിയിട്ട്. അന്നേരം ഇനിയിപ്പോൾ ഞങ്ങൾ ഒരിടം എന്ന് പറഞ്ഞ ഒരു സ്കീമിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മെഡിക്കൽ പ്രൊഫഷണൽസിന്റെ ആണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത്, ഗൈഡൻസും വേണ്ടത്. അന്നേരം ഇനിയും വരും കാലങ്ങളിലും മാഡത്തിന്റെ സപ്പോർട്ട് ഉണ്ടാവണം. അന്നേരം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റും. അന്നേരം ഇത്രയധികം സമയം നമ്മളോടൊത്ത് ചെലവഴിച്ചതിനും വളരെ നന്ദി. മൈൻഡിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും എല്ലാ നന്ദികളും അറിയിച്ചുകൊള്ളുന്നു. അന്നേരം താങ്ക് യു വെരി മച്ച് മാഡം. Thank you so much. ഒരു 10 ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയാലും I am very happy about the whole thing. That is all I can tell. So the only thing is കുറേ ആൾക്കാർക്ക് കുറേ misconceptions ഉണ്ടാവും. Many people feel that as though I am giving the medicine. No, I am not giving the medicine. ഞാൻ ജസ്റ്റ് ഒരു മീഡിയ, ജസ്റ്റ് ഹെൽപ്പ് ചെയ്യാണ്. നിങ്ങളും കമ്പനി ആളായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട്, കമ്പനി ആൾക്കാരാണ് തിരഞ്ഞെടുത്തിട്ട് മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ബട്ട് ഐ എം ജസ്റ്റ് സപ്പോർട്ടിങ് യു ഓൾ ത്രൂ ഔട്ട്. ദാറ്റ് ഈസ് ഓൾ വി ആർ ട്രൈയിങ് ടു ഡു. ഓക്കെ. കാരണം ഞങ്ങൾക്ക് ഇതിപ്പോ കൂടുതൽ ആൻഡ് മാഡം വളരെ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അന്നേരം മാഡത്തിന് കുഴപ്പമെന്ന് വെച്ചാൽ മാഡം ബാംഗ്ലൂരാണ്. നമുക്ക് അന്നേരം ഈസി ആയിട്ട് ഇപ്പൊ മുമ്പേ തൃശ്ശൂരുള്ള ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ, മാഡത്തിനെ കാണുമ്പോൾ കോവിഡ് കാലമായി അവിടെ പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അന്നേരം ഇനിയിപ്പം മാഡത്തിന്റെ ക്ലിനിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മലബാർ റീജിയനിലുള്ളവർക്ക് നേരിട്ട് എത്താനും പറ്റുമല്ലോ. അന്നേരം മാഡം പറഞ്ഞ ഒരു കാര്യം ഞങ്ങൾക്ക് ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കേസാണ്, ഈ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് മാത്രമാണ് നമുക്ക് മസ്കുലർ ഡിസ്ട്രോഫിയും സ്പൈനൽ മസ്കുലർ അട്രോഫിയും ഉള്ളവർ അത് തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് ഒരു ലൈഫ് റൗട്ടീനായിട്ട് കൊണ്ടുപോകേണ്ട കാര്യം. അതോടൊപ്പം തന്നെ മെഡിസിന്റെയും സപ്പോർട്ടോടുകൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബെറ്റർ ലൈഫ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു അറിവ് അതൊരു വളരെ നല്ല കാര്യമാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. ഓണാശംസകൾ എല്ലാവർക്കും. താങ്ക് യു മാം.